ಎಲ್ಲ ರಾತುಲ್ಲಾರಲ್ಲೇ ರಾತಿല്ലെങ്കിൽ ನನ್ನ ವಿಷಯ ಕೆಟ್ಟು നിങ്ങൾ ರಾತವ್ರು ಇನ್ಶಾ ಅಲ್ಲಾಹ್. ನನ್ನ ಇನ್ನത്തെ ಟಾಪಿಕ್ സഹനെ ನಂಬಿಕೆ ಯಶಸ್ಸು. സഹനെ ನಂಬಿಕೆ ಇನ್ನೆಂಗ್ ಯಶಸ್ಸು ಖಂಡಿತ ಆയിട്ടിക്കಡು. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് സഹനെ, പിന്നെ ನಂಬಿಕೆ, പിന്നെ ಯಶಸ್ಸು ഇങ്ങനെ പോയി. പിരിസത്തെ ചെങ്ങായിമാരെ, സഹനെ ഈ ജീവನ ചൊല്ലേത് പരീക്ഷയിൽ നൊറിഞ്ഞു തുണിഞ്ഞോണ്ടി ഇക്കട്. അപ്പൊ ഞങ്ങൾ ഈ പരീക്ഷയിൽ എന്താക്കൊത്തീരാ, ഒരു ಶಿಕ್ಷೆಯಿಟ್ಟು ಪರಿಗಣಿಕೋತೀರ. ಅಲ್ಲಾಹ್ ಎಂದಾಕಡದು ನಿಂಗೆ ಈ ಕುಟುಂಬത്തെ കൊണ്ട് ಅವನ್ ಎಂದಾಕಡ ಪರೀಕ್ಷಿಕಡ, അല്ലെങ്കിൽ ಸಂಪತ್ತು കൊണ്ട്, അല്ലെങ്കിൽ ಅವನಿಗೆ ಎಂದಾಕಡ ಪರೀಕ್ಷಿಕಡ. ಅಪ್ಪ ನಂಗೆ ಎಂದಾಕೋತೀರಾ ಇದ್ರೆ ഒരു ಭಾರೈಟ್ എടുಕೋತೀರಾ. ಏನು ಸೊನ್ನೆಂಗೆ ಅಲ್ಲಾಹು ಈ ದುನಿಯಾಲ್ ಬೇರೆ ಮನಸ್ಸಮಾರಿಲ್ಲೇ ನಕ್ ಮಾತ್ರ ಎಂದ ಕಷ್ಟದಂಡೆ, ನಕ್ ಮಾತ್ರ ಎಂದ ഇങ്ങനെ ರೋಗದಂಡೆ ಸೊನ್ನ ನಂಗೆ ಎಂದಾಕೋತೀರಾ തെറ്റ് ನಿರ್ಧಾರ എടുಕೋತೀರಾ. ഈ സമയത്ത് ನಂಗೆ എന്താക്കണു, ക്ഷമയോടെ ജീവിക്കണം. പിന്നെന്ന് ചൊല്ലുള്ളൂ ഞങ്ങൾ എന്താക്കിട്ടിക്കുക, മഹാന്മാരെ നോക്കിട്ടിക്കുക, അല്ലെങ്കിൽ ചരിത്രം എന്താക്കിട്ടിക്കുക, വായിച്ചിട്ടിക്കുക, അല്ലെങ്കിൽ കേട്ടിട്ടിക്കുക. വാടെ ഞങ്ങ മഹാന്മാര് ഞങ്ങ ഓതിയത് മഹാന്മാർ ആകാശത്ത് ഇങ്ങനെ ഒരു വ്യക്തിയിൽ ഇഞ്ഞ് വന്നിട്ട് മഹാനായത് ഞങ്ങൾ വാടം കേട്ടറമ ഇല്ല. അങ്ങനെ ഞങ്ങൾ ചരിത്രം ഓതി നോക്കിയപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ കണ്ടു சொன்னെങ്കിൽ അങ്ങനെ കിടറ് കുടുംബത്തെ വിട്ട് വന്നാറ്. പിന്നെ അങ്ങനെ നല്ല ഭക്ഷണം ഇന്നെങ്കു അങ്ങ കഞ്ഞി പിന്നെ ദാല് കയറ്റ് വന്നാറ്. എന്ത് കയറ്റ് പഠിക്കുകയായിട്ട്. അതേപോലെ എന്തൊക്കെയാണ് അങ്ങനെ പഠിക്കുന്ന ടൈമിൽ നല്ല അധ്വാനിച്ച് പഠിച്ചത് അങ്ങനെ ആയിട്ട് എന്താക്കിയിട്ട് ഇങ്ങനെ ഞങ്ങൾ മഹാന്മാരുടെ വിഷയത്തിൽ ഞങ്ങൾ എന്താ കാണത്തോടു കൂടെ അങ്ങനെ ആകാശത്ത് തിരിഞ്ഞ് വന്നിട്ട് എന്താ മഹാനായല്ല. അപ്പൊ ഞങ്ങൾ എന്താക്ക അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം നോക്കാം. അള്ളാഹു എന്താക്കട അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ആരോഗ്യം തിരിച്ചെടുത്തോണ്ട, സമ്പത്ത് എടുത്തോണ്ട, പിന്നെ എന്താക്കട മക്കളെല്ലാം തിരിച്ചു വിളിക്കട. പിന്നെ മാത്രല്ല എന്താക്കട ചെന്നെങ്കിൽ അപ്പൊ ഇങ്ങനെല്ല ആയപ്പോ ഭാര്യമാരെല്ലാം ദൂരം അവിടെ മനുഷ്യന്മാരെല്ലാം ദൂരം ആയെങ്കിൽ അയ്യൂബ് നബി എന്താക്കിയിട്ടില്ലേ, ക്ഷമയുടെ വിട്ട് കളിച്ചിട്ടില്ലേ. അപ്പൊ അള്ളാഹ് എന്താക്കിയ തിരിച്ചിട്ട് എന്താക്കിയ സമ്പത്ത് കുറച്ച, പിന്നെ എന്താക്കിയ ആരോഗ്യം കുറച്ചു. അപ്പൊ ഞാൻ എന്താക്കിയല്ലേ ഞങ്ങൾ എന്താക്കണം, അങ്ങനായിട്ട് ക്ഷമയുടെ ഞങ്ങൾ എന്താക്കണം ജീവിതത്തിൽ അളവടിക്കണം. അപ്പൊ ഞങ്ങൾക്ക് എന്താ ഈ ക്ഷമയുടെ ഞങ്ങൾ കൊണ്ടുവന്ന ഞങ്ങൾ ബാക്കിൽ എന്തായിട്ട് ഇങ്ങനെ വിജയങ്ങൾ കിട്ടുമോ തുടങ്ങും. അപ്പൊ ഞാൻ ನಂಬಿಕೆ ವಿಷಯ ಕೊಂಡೆ. നിങ്ങൾ റെഡി ഉള്ളവരല്ലേ? റെഡി റെഡി ഇങ്ങനെ കറു ಬೇಗ ರೆಡಿ. ಅಪ್ಪ ನಂಬಿಕೆ, ಈ ನಂಬಿಕೆ ಸೊಲ್ಲೆಂಗ್ ಈ ದೀನ್ ಪಡಿಪಾಟ್ರು ಫಸ್ಟ್ ನಿಂಗೆ ಎಂದಾಕರು ಪರಿಶ್ರಮಿಕರು, പിന്നെന്താക്കರು ನಂಬಿಕೆ ಬೇಕರು. ഇപ്പൊ ನನ್ನ ಹೊರತ ಚಂಗಿಲ್ಲ, ಅವನಿಗೂ ವಿಜ್ಞಾನಿ ಆವಾಗ ಆಸೆ ಉಂಟು. അപ്പൊ അവನು ഫീസെല്ലാം കെട്ടിയ വിജ്ഞാനി ആവുക പോയ അയങ്ക അവിടെ പോയിട്ട് അവനക്ക് സ്വതന്ത്ര ചൊന്നെങ്കിൽ പഠിക്കടല്ല ഇങ്ങനെ നട്ടം തീരിട്ട്. അങ്ങനെ അവനക്ക് എന്താ വിജ്ഞാനി ആവുക അവിടെ ഇല്ല. അവൻ വിജ്ഞാനി ആവുക എന്താക്കണോ, അവനക്ക് ആ വിഷയത്തിൽ എന്തെല്ലാം പഠിക്കണോ, എന്തെല്ലാം നേടണോ, അതെല്ലാം നേടിയാൽ മാത്രമേ അവനക്ക് എന്താകൂടെ വിജ്ഞാനി ആകൂടെ. അല്ലാണ്ട് അള്ളാഹുടെ മേലെ നമ്പിക്ക ഉണ്ടോ, അള്ളാഹ് ഞാൻ എന്തെങ്കിലും ഫീസെല്ലാം കെട്ടിട്ട് വിജ്ഞാനി ആവുക പോയിട്ടല്ലേ ഇനി ബാക്കിയുടെ അള്ളാഹ് നോക്കിയോളൂ சொன்னாங்க അവിടെ ഇല്ല. അതേപോലെ നീ ഒരു കഷ്ടത്തിലുള്ളെങ്കിൽ അല്ലെങ്കിൽ ഒരു ദുഃഖത്തില് തൊന്തരത്തിൽ നീ ഉണ്ടെങ്കിൽ ഞാൻ വർത്തനായി പോയല്ലേ, నాకు സഹായത്തോ ആരും ഇല്ലല്ലേ നീ എന്താക്കണ്ട ചിന്തിക്കണ്ട. എന്താ சொன்னെങ്കിൽ ഈ കഷ്ടത്തൊട്ടിക്ക് അല്ലെങ്കിൽ തൊന്തരൊട്ടിക്ക് നിന്നൊട്ടിക്ക് അള്ളാഹുല്ല നീ എന്താക്കണോ വിചാരിക്കണോ. എങ്ങനെ சொன்னെങ്കിൽ നിങ്ങൾ കൂട്ടത്തിൽ ഇപ്പൊ നിങ്ങൾക്കെല്ലാം എക്സാം ഉണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ വർത്ത എന്താക്കിയല്ലോ നല്ല അധ്വാനിച്ച് പഠിച്ചോളാം. ಅವನು ವರ್ಕ್ ಬಿಟ್ಟಿಟ್ಟೆಲ್ಲ ಪರ್ಚ ಅಧ್ವಾನಿಸಿ ಪರ್ಚ ಎಡಲೋರು ವರ್ಕ್ ಇರ್ಗಿತ್ತು ತಾಜುದೆಲ್ಲ ನಿಸ್ಕರ್ಚ ಅಲ್ಲೋಡ ಮೇಲೆ ನಂಬಿಕೆ ವೆಚ್ಚ ದ್ವಾರ್ನ ಹಂಗ ಅವನು ಪರ್ಚೆ ಒಂದು ಜಂಡು ಒಂದು ಕ್ವಶನ್ ಬಂತು ಎಂದ್ರಯ್ಯ ಫೇಲ್ ಆಯ. ಅಪ್ಪ ಅವನು ಚಿಂತಿಸಿపోಯ ನಾ ಪಡಿಕೆ ಟೈಮಲ್ಲಿ ಎಲ್ಲರೂ ನಂಡೆ ಫಸ್ಟ್ ರ್ಯಾಂಕ್ ರಾಜುಲಬ್ಬ ಅವನು ಫಸ್ಟ್ ರ್ಯಾಂಕ್ ಬರುವ ಹಂಗನಿಂಗೆ ಎಂದೆಲ್ಲ ಕಲಿ ಹಾಕ್ಯಾರು. പിന്നെ എന്താക്കിയാറ് ചെങ്ങന്മാരെല്ലാം നണ്ട് ഇപ്പൊ ദൂരാക്കുവാർ അങ്ങനെ ഇങ്ങനെ ചിന്തിക്കോ പോയാ ഊന് അള്ളാഹുടെ ദൂരല്ല ഫസ്റ്റ് കൊണ്ട് നോക്കണം. എന്ന് ചൊന്നെങ്കിൽ ഇത്ര പഠിച്ചിട്ട് ഊനെ ഫെയിൽ ആയ ചൊന്നെങ്കിൽ ചെങ്ങന്മാർ പാസ്സായിട്ട് വരാ ചൊന്നിട്ട് അവന് കുറച്ച് ചിന്തക്കോ അവനിക്ക് എന്തില്ലേ ബോധമില്ലാത്ത പോലെ. അപ്പൊ ഞങ്ങൾ എന്തൊക്കെത്തിരാ അള്ളാഹുടെ ദൂരത്തിരാ അള്ളാഹുടെ മേലെ ഞങ്ങൾ എന്താക്കണു ನಂಬಿಕೆ വെക്കണം. അപ്പൊ ഞങ്ങൾ എന്താ ഏതെങ്കിലും ഞങ്ങൾ വിഷയം നോക്കാം. അവനിക്ക് എന്തായാലും ಅಂತ ಕಾದು ಕೆಟ್ಟೋ ಇಲ್ಲ ಅಂತ ಕಣ್ಕಂಡೋ ಇಲ್ಲ ಅಂತ ಆಯಂಗ ಅವನ ಎಂತಾಕಿಲ್ಲ ಅವನ ಮೇಲೆ ನಂಬಿಕೆ വെച്ചിട്ട് ಅವನ എന്താക്കിയ മുന്നോ പോയ അവന്റെ ജീവനത്തെ അവൻ എന്താക്കിയ മുന്നോട്ടെടുത്ത പോയ അവനെന്തരായ നല്ല ഒരു വിശ്വപ്രസിദ്ധ എന്തായ ലേഖക്കായ. പിന്നെ യശസ്സ് വിഷയം എന്നാ ചൊല്ലേ. യശസ്സ് എങ്ങനെ ചൊന്നെങ്കിൽ ഈ യശസ്സു ദച്ചവിടേക്ക് അപ്പക്കപ്പമേ കിട്ടുന്ന ഒരു വിഷയം അല്ല. ഈ യശസ്സ് വേണമെങ്കിൽ അവൻ എന്താക്കണു സുമാർ അവനക്ക് വേണ എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതെല്ലാം നേടാം. എങ്ങനെ ചൊന്നെങ്കിൽ ഒരു രണ്ട് കബഡി ടീം ഉണ്ടെന്ന് ഇരിക്കുക, അതിൽ ഒരു കബഡി ടീം എന്തായിട്ട് സോത്തുക. അപ്പൊ അങ്ങനെ ഇരിക്കടാറ് എങ്ങനെ നാക്കിപ്പ ഇങ്ങനെ കളിച്ചിന അവൻ ഇരിക്കണം. അപ്പൊ ഇതിൽ അവൻ സോത്തിട്ടില്ല അവൻ എന്താ
ಇನ್ನು ಇದರ ವಿಷಯ ಪಡಿಕೊಂಡು ಸೊನ್ನೊಟ್ಟಿ ಅಂದ್ರೆ ಅವಳು ಇದ್ರಲ್ಲಿ ನಂಗೆ ಪಡಿಪಾಡ್ರೆ ಸೊನ್ನು ಲಾಸ್ಟ್ ಅವ್ರ ವಿಷಯ ತೊಂದು ಅನ್ನಿಪಡ್ರೆ ಈ ಜೀವನ ಚೊಡ್ಡ ಅದರ ಸ್ಪರ್ಧೆ ಅಲ್ಲ ಅದರ ದೀರ್ಘಮಯ ಅವ್ರ ಪ್ರಯಾಣ ಆಯ್ತಿಕ್ಕಿಡು ಕೆಲಂಗ ಬೇಗ ಶುರು ಹಾಕಿಡಾರು ಕೆಲಂಗ ಲೇಟ್ ಶುರು ಹಾಕಿಡಾರು ಹಂಗೆ ಇದ್ರಲ್ಲಿ ಯಶಸ್ಸು ಅವಡ ಯಾರು ಚೊನ್ನ ಹಿಂಗೆ ಆ ಅವರ ವಿಷಯತೆ ನೇಡೋಣ ಚುಂಡ ಅದ್ರ ಬ್ಯಾಕಲ್ಲಿ ಪೋಂಡಲೆ ಅವನು ಟಿಕೆಟ್ ಯಶಸ್ಸಿಟ್ರೆ ತೊಂಡು ನನ್ನ ಪಲ್ಕದ ನನ್ನ ಪಟ್ಟಿಯಲ್ಲೇ ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು. ಇದೆಂತಹ ಕಾಲ ಅಲ್ವಾ, ನಾವೆಲ್ಲ ಕೇವಲ ಹಣ, ಆಸ್ತಿ, ಸಂಪತ್ತು ಇದರ ಹಿಂದೆನೇ ಓಡ್ತಾ ಇದ್ದೇವೆ. ಅಲ್ಲಾಹು ನಮಗೆ ಎಷ್ಟೆಲ್ಲ ತೌಫಿಕ್ಗಳನ್ನು ನೀಡಿದ್ದಾನೆ, ಆದರೆ ನಾವು ಅದನ್ನೆಲ್ಲ ಮರೆತು ಕೇವಲ ತುಚ್ಛ ಈ ದುನಿಯಾದ ಆಸೆಗೆ ಬೇಕಾಗಿ ಅಲ್ಲಾಹನಿಗೆ ಒಂದು ಶುಕ್ರನ್ನು ಕೂಡ ಮಾಡ್ತಾ ಇಲ್ಲ ಅಲ್ವಾ. ನಾವು BP ಬರುವ ಹೆದರಿಕೆಯಿಂದ ಉಪ್ಪನ್ನು ಬಿಡ್ತೇವೆ ತಿನ್ನೋದನ್ನ, ಶುಗರ್ ಬರುವ ಹೆದರಿಕೆಯಿಂದ ಸಿಹಿಯನ್ನು ಕೂಡ ತಿನ್ನೋದನ್ನ ಬಿಡ್ತೇವೆ. ಆದರೆ ಅಲ್ಲಾಹನ ಭಯದಿಂದ ಪಾಪಗಳನ್ನು ಮಾಡೋದನ್ನು ಬಿಟ್ಟಿದ್ದೇವಾ? ನಾವು ಒಮ್ಮೆ ಮುಂಬೈಗೆ ಹೋದಾಗ ಅಲ್ಲಿ ಒಂದು ವ್ಯಕ್ತಿಯ ಪರಿಚಯ ಆಗುತ್ತೆ ನಮಗೆ. ಒಂದು 30-35 ವರ್ಷ ಇರ್ಬೋದು ಅಷ್ಟೇ ಅವರಿಗೆ. ಅವರ ಜೀವನ ಎಷ್ಟು ಸೊಗಸಾಗಿ ಎಷ್ಟು ಚಂದ ಇತ್ತು ಗೊತ್ತಾ. ಅವರಿಗೆ ಒಂದು ಪುಟ್ಟ ಬಾಡಿಗೆಯ ಮನೆ, ಒಂದು ತನ್ನ ಜೀವನಕ್ಕೆ ಆಧಾರವಾದ ಒಂದು ಸೈಕಲ್, ಹಳೆಯ ಸೈಕಲ್. ಅವರು ಈ ಕಾಲದಲ್ಲಿ ಕೂಡ ಇಷ್ಟು ಇಂಪ್ರೂವ್ಮೆಂಟ್ ಆದ ಈ ಕಾಲದಲ್ಲಿ ಕೂಡ ತಮ್ಮ ಹೆಂಡತಿಯನ್ನು ಮಾರ್ಕೆಟಿಗೆ ಕರ್ಕೊಂಡು ಹೋಗ್ಬೇಕಾದ್ರೆ ಅದೇ ಸೈಕಲ್ ಮೇಲೆ ಕೂರಿಸಿಕೊಂಡು ಕರ್ಕೊಂಡು ಹೋಗ್ತಾರೆ. ಅವರ ಮನೆಯಲ್ಲಿ ಫ್ರಿಡ್ಜ್ನಂತಹ ವಸ್ತುಗಳಿಲ್ಲ. ಯಾಕೆ ಗೊತ್ತಾ? ಅವರ ಮನೆಯಲ್ಲಿ ಅವತ್ತಿಗೆ ಬೇಕಾಗಿ ಮಾತ್ರ ಆಹಾರವನ್ನು ತಯಾರಿಸ್ತಾರೆ. ಅವರ ಬಳಿ ಹೇಗೆ ನಿಮ್ಮ ಜೀವನ ಅಂತ ಕೇಳಿದಾಗ ಅವರು ಹೇಳಿದ ಒಂದು ಮಾತುಂಟು, ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ, ಅಲ್ಲಾಹುವಿನಿಗೆ ಲಾಖ್ ಶುಕ್ರ್. ಅಲ್ಲಾಹು ನನಗೆ 5 ವಕ್ತಿನ ನಮಾಜ್ ಮಾಡಲಿಕ್ಕೆ ಮತ್ತು 3 ವಕ್ತಿನ ಊಟ ಮಾಡಲಿಕ್ಕೆ ಯಾವುದೇ ತೊಂದರೆ ಕೊಟ್ಟಿಲ್ಲ. ಆದರೆ ಒಂದು ಭಯ, ನಾನು ಜೀವಿಸ್ತಿರೋ ಜೀವನ ಬೇರೆಯವರ ಕನಸಾಗಿರಬಹುದು. ಎಲ್ಲಾದರೂ ಅಲ್ಲಾಹ್ ನಾಳೆ ನನ್ನ ಬಳಿ ಪ್ರಶ್ನೆ ಮಾಡಿದ್ರೆ ನಾನು ಏನು ಹೇಳಬೇಕು ಎಂಬ ಭಯ ಅವರಲ್ಲಿತ್ತು. ಅದನ್ನು ಕೇಳಿ ನಾನು ಅಲ್ಲೇ ನಿಂತೆ, ಮುಂದೆ ಮಾತೇ ಬರಲಿಲ್ಲ. ಇಲ್ಲಿರುವವರ ಯಾರ ಮನೆಯಲ್ಲಿ ಒಂದು ಮೋಟಾರ್ ಗಾಡಿ ಸಹ ಇಲ್ಲ ಹೇಳಿ? ಪ್ರತಿ ಒಬ್ಬರ ಮನೆಯಲ್ಲಿ ಒಂದಲ್ಲ ಒಂದು ಗಾಡಿ ಇದ್ದೇ ಇದೆ. 15,000 ಸಂಬಳ ತೆಗುವಂತ ಪ್ರತಿಯೊಂದು ಮನೆಯಲ್ಲೂ ಒಂದು ಕಾರು, ಒಂದು ಬೈಕು, ಒಂದು ಏನಾದ್ರೂ ಇದ್ದೇ ಇರುತ್ತೆ. ಅಲ್ಲಾಹು ನಮಗೆ ಎಷ್ಟೆಲ್ಲ ನೆಹಮತ್ಗಳನ್ನು ಕೊಟ್ಟಿದ್ದಾನೆ, ಆದರೆ ನಾವು ಅದನ್ನೆಲ್ಲ ಮರಿತಿದ್ದೇವೆ. ಅಲ್ಲಾಹು ನಾವು ಇವತ್ತು ಈ ಭೂಮಿಯಲ್ಲಿ ಸುಖವನ್ನು ಹುಡುಕ್ತಾ ಹೋಗ್ತಾ ಇದ್ದೇವೆ ಅಲ್ಲ. ನಿಜವಾಗ್ಲೂ ಈ ಭೂಮಿಗೆ ಆದಮ್ ಅಲೈಹಿಸ್ಸಲಾಮರನ್ನು ಏಕೆ ಕಳಿಸಿದ್ದು? ಅಲ್ಲಾಹು ಆದಮ್ ಅಲೈಹಿಸ್ಸಲಾಮ್ ಇಲ್ಲಿಗೆ ಶಿಕ್ಷೆಯಾಗಿ ಕಳಿಸಿದ್ದಲ್ವಾ? ಆದರೆ ನಾವು ಅದನ್ನು ಕೂಡ ಮರೆತಿದ್ದೇವೆ. ನಾವು ನಮ್ಮ ಜೇಬು ಭಾರ ಆದ ತಕ್ಷಣ ನಾವು ನಮ್ಮ ಮಾತುಗಳಿಗೂ ಕೂಡ ಆಟೋಮೆಟಿಕ್ ಆಗಿ ಭಾರ ಬಂದ್ಬಿಡುತ್ತೆ ಅಲ್ವಾ? ಇಲ್ಲಿ ಯಾರು ಕೂಡ ದೊಡ್ಡವರಿಲ್ಲ, ಯಾರು ನನ್ನದು ಎಂದು ಮೆರೆಯಬಾರದು. ಯಾಕೆ ಗೊತ್ತಾ? ಇಲ್ಲಿ ನನ್ನದು ಅಂತ ಏನೂ ಇಲ್ಲ. ನಮಗೆ ಜೀವನ ಕೊಟ್ಟವರು ಬೇರೆಯವರು, ನಮಗೆ ಜೀವ ಕೊಟ್ಟವರು ಬೇರೆಯವರು, ನಮಗೆ ಪಾಠ ಕಲಿಸಿದ್ದು ಕೂಡ ಬೇರೆಯವರು, ಕೊನೆಗೆ ನಮ್ಮನ್ನು ಕಬರ್ಸ್ತಾನಿಗೆ ಕೊಂಡೊಯ್ಯುವವರು ಸಹ ಬೇರೆಯವರಾಗಿದ್ದಾರೆ. ಮತ್ತೆ ಏಕೆ ನಾವು ಅಹಂಕಾರದಲ್ಲಿ ಜೀವನ ಮಾಡಬೇಕು ಹೇಳಿ? ಅಲ್ಲಾಹು ಕುರ್ಆನಲ್ಲಿ ಒಂದು ಮಾತನ್ನು ಹೇಳ್ತಾನೆ, ನಾನು ನಿಮ್ಮ ರಬ್ಬಲ್ವಾ, ಮತ್ತೇಕೆ ನೀವು ನನ್ನನ್ನು ಬಿಟ್ಟು ಹೋಗ್ತಾ ಇದ್ದೀರಾ? ನಾನು ನಿಮ್ಮ ರಬ್ಬಲ್ವಾ, ಮತ್ತೇಕೆ ನೀವು ನನ್ನನ್ನು ಬಿಟ್ಟು ಹೋಗ್ತಾ ಇದ್ದೀರಾ? ನೀವು ಮಲಕುಗಳನ್ನು ಕಾಣ್ತಾ ಇಲ್ವಾ? ನಿಮ್ಮ ದೋಷಗಳನ್ನು ನನ್ನ ಬಳಿ ತರ್ತಾ ಇದ್ದಾನೆ, ನಾನು ಆದರೆ ಮತ್ತೆ ರಿಸ್ಕ್ ಆಗಿ ನಿಮ್ಮ ಬಳಿ ಕಳಿಸ್ತಾ ಇದ್ದೇನೆ, ನೀವು ಅದನ್ನು ಚಿಂತೆ ಮಾಡ್ತಾ ಇಲ್ವಾ? ನನ್ನ ರಬ್ ಎಷ್ಟು ಒಳ್ಳೆಯವನಲ್ವಾ? ನನ್ನ ರಬ್ ನನಗೆ ಬೇಕಾಗಿ ಎಷ್ಟೊಂದು ಖುಷಿಗಳನ್ನು ಈ ಭೂಮಿಯಲ್ಲಿ ಇಟ್ಟಿದ್ದಾನೆ. ಆದರೆ ನಾವು ಅದನ್ನೆಲ್ಲ ಮರೆತು ಖಾಲಿ ಈ ತುಚ್ಛಾದ ದುನಿಯಾದ ಆಸೆ ಹಿಂದೆ ಹೋಗ್ತಾ ಇದ್ದೇವೆ ಅಲ್ವಾ? ನಮ್ಮನ್ನು ನಾವೊಮ್ಮೆ ಚಿಂತೆ ಮಾಡ್ಕೊಳ್ಬೇಕು. ನಾವು ನಾಳೆ ಕಬರ್ಸ್ಥಾನದಲ್ಲಿ ಹೋಗಿ ನೋಡುವಾಗ ಅಲ್ಲಿ ಇರುವ ಅಷ್ಟು ಕಬರುಗಳು, ಮಣ್ಣುಗಳು, ಅವರು ಮುಂಚೆ ಒಂದು ದಿವಸ ನನ್ನ ತರಹ ಇಲ್ಲಿ ಖುಷಿಯನ್ನು ಕಾಣ್ತಾ ಇದ್ರು, ಇಲ್ಲಿ ಸುಖವನ್ನು ಕಾಣ್ತಾ ಇದ್ರು, ಇಲ್ಲಿ ಕನಸುಗಳನ್ನು ಕಾಣ್ತಾ ಇದ್ರು. ಆದರೆ ಇವಾಗ ಎಲ್ಲರೂ ಮಣ್ಣುಗಳಿನ ಗೋರಿಗಳಾಗಿ ಮಾತ್ರ ಕಾಣಿಸ್ತಾರೆ ಅಲ್ವಾ? ನಾವು ಒಮ್ಮೆ ನಮ್ಮ ಜೀವನದ ಬಗ್ಗೆ ಚಿಂತೆ ಮಾಡಬೇಕು. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು. ಇಂದು ನಾನು ನಿಮ್ಮ ಮುಂದೆ ಕಾಣದ ಕೈ ಎಂಬ ವಿಷಯವನ್ನು ಕುರಿತು ಮಾತನಾಡಲಿಚ್ಛಿಸುತ್ತೇನೆ. ನಮ್ಮ ಈ ಜಗತ್ತೇನಿದೆಯೋ ಕಾಲ ತಾಯಿಯನ್ನು ಹೊಗಳ್ತಾ ಬಂದಿದೆ. ಅಂದರೆ ತಾಯಿಯ ಬಗ್ಗೆ ಕತೆ, ಕವನ, ಕವಿತೆ, ಚಿತ್ರಗಳು, ಹೀಗೆ ತಾಯಿಯನ್ನೊಂದು ಅದ್ಭುತ ಜೀವಿಯನ್ನಾಗಿ ಹೊಗಳ್ತಾ ಬಂದಿದೆ. ಆದರೆ ನಮ್ಮ ಈ ಜಗತ್ತು ತಂದೆ ಪ್ರೀತಿಯನ್ನು ಯಾವತ್ತೂ ಕಂಡಿಲ್ಲ. ತಂದೆ ಪ್ರೀತಿಯನ್ನು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳುವಲ್ಲಿ ನಮ್ಮ ಈ ಜಗತ್ತು ಸೋಲುಗಂಡಿದೆ. ಅಂದರೆ ನಮ್ಮ ಜಗತ್ತಿನಲ್ಲಿರುವ ಪ್ರತಿಯೊಬ್ಬರು
ತಮ್ಮ ಅಮ್ಮಂದಿರ ಮೇಲಿರುವ ಆ ಪ್ರೀತಿ, ಕಾಳಜಿ, ವಾತ್ಸಲ್ಯ, ಭಾವನಾತ್ಮಕ ಸಂಬಂಧವೇನಿದೆಯೋ ಅದನ್ನು ತಂದೆ ವಿಚಾರದಲ್ಲಿ ಯಾವತ್ತೂ ತೋರಿಸಿಕೊಡೋದಿಲ್ಲ. ಅಂದರೆ ನಾವು ತಾಯಿಯ ಪ್ರೀತಿಯನ್ನು ಹೇಗೆ ಕಂಡಿದ್ದೇವೆಂದರೆ ಅದು ಒಂದು ದೋಸೆ ಥರ, ತಿಂದಾಗೇನೆ ಟೇಸ್ಟ್ ಆಗುತ್ತಾ ಬರುತ್ತೆ. ಆದರೆ ತಂದೆ ಪ್ರೀತಿ ಹಾಗಲ್ಲ. ಆ ದೋಸೆ ಸುಡುವ ಬೆಚ್ಚಗಿನ ಕಲ್ಲೇನಿದೆಯೋ ಹಾಗೆ ತಾನು ಸುಡ್ತಾ ಇರ್ತಾನೆ. ತನ್ನ ನೋವು, ತನ್ನ ಕಷ್ಟವನ್ನು ಯಾರು ಕೂಡ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಲ್ಲ. ತಂದೆ ಪ್ರೀತಿಯನ್ನು ನಾವೊಂದು ಕೇವಲವಾಗಿ ಈಗ ಕಾಣ್ತಾ ಇದ್ದೇವೆ. ನೀವು ಆಚೆ ಈಚೆ ಅಂತ ನೋಡಬೇಡಿ, ಇಲ್ಲಿಯೇ ನೋಡಿ. ಇಲ್ಲಿ ಇವತ್ತು ತಾಯಿಗೆ ಕಾಲ್ ಮಾಡಿದವರು ಎಷ್ಟು ಜನರಿದ್ದೀರಾ? ಬಹಳ ಜನರಿದ್ದೀರಾ. ತಾಯಿಗೆ ಕಾಲ್ ಮಾಡಿ, ಅಮ್ಮ ಹೇಗಿದ್ದೀಯಾ, ಊಟ ಮಾಡಿದ್ದೀಯಾ, ಮನೆಯಲ್ಲೆಲ್ಲ ಆರಾಮಣ ಅಂತ ಕೇಳ್ತಿರ್ತೀರಿ. ಆದರೆ ಇವತ್ತು ತಂದೆ ಕಾಲ್ ಮಾಡಿದವರು ಬಹಳ ಕಡಿಮೆ. ಮಾಡಿರ್ಬೋದು, ಯಾಕೆಂದ್ರೆ ಯಾವುದಾದ್ರೂ ಫೀಸ್ ಕಟ್ಟಲಿಕ್ಕೆ ಇರ್ಬೋದು, ಅಥವಾ ಇನ್ನಿತರ ಖರ್ಚಿಗೆ ಹಣ ಕೇಳಿರ್ಬೋದು. ಖಂಡಿತವಾಗ್ಲೂ ಯಾರಾದ್ರೂ ಇವತ್ತು ತನ್ನ ತಂದೆ ಕಾಲ್ ಮಾಡಿ, ಅಪ್ಪ ಹೇಗಿದ್ದೀಯಾ, ಊಟ ಮಾಡಿದ್ದೀಯಾ, ಮನೆಯಲ್ಲಿ ಆರಾಮಣ ಅಂತ ಕೇಳುವರಿದ್ದೀರಾ? ಬಹಳ ಕಡಿಮೆ. ನೀವು ತಂದೆಯ ಪ್ರೀತಿಯನ್ನು ಗಮನಿಸಿದ್ದೀರಾ? ನೀವು ಯಾವತ್ತಾದ್ರೂ ಒಮ್ಮೆ ಫ್ಯಾಮಿಲಿ ಜೊತೆ ಹೋಟ್ಲಿಗೆ ಹೋಗಿದ್ದೀರಾ? ಒಂದು 3 ಮಕ್ಕಳು, ಹೆಂಡತಿ, ತಂದೆಯಾದವನು ಹೋಟ್ಲಿಗೆ ಹೋಗ್ತಾರೆ. ಆತ ಅಲ್ಲಿ ಅವನು ಹೇಳ್ತಾನೆ, ಗೊತ್ತುಂಟಾ, ನೀವು ನಿಮಗೆ ಬೇಕಾದನ್ನು ಆರ್ಡರ್ ಮಾಡ್ಕೊಳ್ಳಿ, ನನಗೆ ಏನು ಇವತ್ತು ಹೊಟ್ಟೆ ಸರಿಯಿಲ್ಲ, ನಾನು ಯಾವಾಗಲೂ ಹೊರಗಡೆ ಹೋಗಿ ತಿಂತಾ ಇರ್ತೇನಲ್ಲ, ನನಗೆ ಏನೋ ಒಂದು ಚಹಾನು ಕಾಫಿನ ಸಾಕು ಅಂತ ಹೇಳುವ ತಂದೆಗಳೇ ಹೆಚ್ಚು. ಯಾಕೆ? ಆತನಿಗೆ ತಿನ್ಲಿಕ್ಕೆ ಆಸೆ ಇರಲ್ವಾ? ಖಂಡಿತವಾಗ್ಲೂ ತಪ್ಪು. ಆತನಿಗೆ ತಿನ್ಲಿಕ್ಕೆ ಆಸೆ ಇರುತ್ತೆ, ನಿಮ್ಮ ಜೊತೆ ಎಂಜಾಯ್ ಮಾಡ್ಲಿಕ್ಕೆ ಆಸೆ ಇರುತ್ತೆ. ಪಾಪ ಏನೋ 500 ರೂಪಾಯಿ ಬಜೆಟ್ ತಂದಿರ್ತಾನೆ, ಅದರಲ್ಲೂ ಮಕ್ಕಳಿಗೂ ತಿನ್ನಿಸ್ಬೇಕು, ಈ ಕಡೆ ಹೆಂಡತಿಗೂ ತಿನ್ನಿಸ್ಬೇಕು, ಹೋಗೋ ಬರೋ ಖರ್ಚು ಮಾಡಿಕೊಳ್ಬೇಕು. ಖಂಡಿತವಾಗ್ಲೂ ಆತನಿಗೆ ಅದು ಅಡ್ಜಸ್ಟ್ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ಯಾರಾದ್ರೂ ನಿಮ್ಮ ಬಳಿ ಬಂದು ಕೇಳಬೇಕು, ನಿಮ್ಮ ತಂದೆ ಹೇಗಪ್ಪ ಮನೆಯಲ್ಲಿ ಅಂತ ಯಾರಾದ್ರೂ ನಿಮ್ಮ ಬಳಿ ಕೇಳಬೇಕು. ಹಾಗೆ ನಿಮ್ಮ ಶಬ್ದ ಉಂಟಲ್ಲ ಹೇಗತ್ತದು ಗೊತ್ತುಂಟಾ? ನನ್ನಪ್ಪ ಏನೋ ಮನೆಗೆ ಬರ್ತಾರೆ, ಜಗಳ ಮಾಡ್ತಿರ್ತಾರೆ, ನನ್ನನ್ನು ಕಂಡ್ರೆ ಆಗಲ್ಲ, ನನಗೂ ಕಂಡ್ರೆ ಆಗಲ್ಲ, ಏನೋ ಒಂದು 100 ರೂಪಾಯಿ, ಒಂದು ರೂಪಾಯಿ ಕೇಳಿದ್ರೆ ಕಂಜಿಸ್ಕರ್ತಾರೆ ಅಂತ ಹೇಳಿ ತಂದೆಯನ್ನು ವಿಲನ್ ಮಾಡಿದವರು ಹೆಚ್ಚು. ಪಾಪ ಆ ತಂದೆಯ ಕಷ್ಟ ನಿಮಗೆ ಯಾವಾಗ ಅರ್ಥವಾಗ್ತದೆ ಗೊತ್ತುಂಟಾ? ಯಾವತ್ತಾದ್ರೂ ಒಮ್ಮೆ ತನ್ನ ತಂದೆ ಕೆಲಸ ಮಾಡುವ ಜಾಗಕ್ಕೆ ಹೋಗಿ ನೋಡಬೇಕು. ಪಾಪ 25-30 ವರ್ಷ ನಿಮಗಾಗಿ ದುಡಿಯುವ ತಂದೆಗಳೇ ಮುಗ್ಧ ಜೀವಿಗಳು. ತನ್ನ ಸ್ವಂತ ಬಯಕೆಗಳಿಗೆ ಏನೂ ವಿನಿಯೋಗಿಸದೆ ತನ್ನ 30-40 ವರ್ಷದ ದುಡಿಮೆಯನ್ನು ತನ್ನ ಮಕ್ಕಳು ಶಿಕ್ಷಣ ಉದ್ಧಾರಕ್ಕಾಗಿ ಮೀಸಲಿಡುವ ಜಗತ್ತಿನ ಅತ್ಯಂತ ದೊಡ್ಡ ತ್ಯಾಗಿ ಅದು ಅಪ್ಪ ಅಪ್ಪ ಅಪ್ಪ. ನೀವು ನಿಮ್ಮ ತಂದೆಯನ್ನು ಗಮನಿಸಿದ್ದೀರಾ? ನಿಮ್ಮ ತಂದೆಗಿರುವುದು 4 ಪ್ಯಾಂಟ್, 4 ಶರ್ಟ್, 1 ಜೋಡಿ ಚಪ್ಪಲಿ ಅಷ್ಟೇ. ನಿಮಗೆ ಬೇಕಾಗುವಷ್ಟು ಪ್ಯಾಂಟ್ ಶರ್ಟ್ಗಳನ್ನು ತಂದು ಕೊಡುವ ಅಪ್ಪನಿಗೆ ಬಯಕೆಗಳಿರಲ್ಲ. ಯಾಕೆಂದ್ರೆ ಆತ ಏನು ಮಾಡಿಬಿಟ್ಟಿರ್ತಾನಂದ್ರೆ, ಯಾವಾಗ ಆತ ತಂದೆಯಾಗುತ್ತಾನೆಯೋ ಇನ್ನು ನನ್ನ ಜೀವನ, ನನ್ನ ಕುಟುಂಬವು, ನನ್ನ ಮಕ್ಕಳಿಗೆ ಅಂತ ಅವನು ನಿರ್ಧಾರವನ್ನು ಮಾಡಿಬಿಟ್ಟಿರ್ತಾನೆ. ನೀವು ತಂದೆಯನ್ನು ಮನೆಯಲ್ಲಿ ಗಮನಿಸಿದ್ದೀರಾ? ಈ ತಾಯಿಯಾದವಳು ಊಟಕ್ಕೆ ಸಮಯವಾದಾಗ ಮಗನ ಬಳಿ ಬಂದು ಕೇಳ್ತಾಳೆ, ಏನೋ ಮಗ ಊಟ ಮಾಡೋದಿಲ್ವಾ, ಹಸಿವಾಗುದಿಲ್ಲ ಅಂತ ಕೇಳ್ತಾಳೆ. ಆದರೆ ಈ ತಂದೆಯಾದವನು ಮಗನ ಬಳಿ ಊಟ ಮಾಡಿದ್ಯಾ ಅಂತ ಕೇಳಲ್ಲ. ಬದಲಿಗೆ ಆತ ಊಟಕ್ಕೆ ಕೂರುವ ಮುಂಚೆ ಕೇಳುವ ಒಂದು ಮಾತಿದೆ, ಏನೇ ಮಗ ಊಟ ಮಾಡಿದ್ನ ಅಂತ ಕೇಳುವ ಒಂದು ಮಾತಿದೆ. ಆ ಮಾತು ಇಲ್ಲಿಂದ ಬಂದಿರುತ್ತೆ, ಆದರೆ ಅದನ್ನು ಇಲ್ಲಿಂದ ಕೇಳಿರ್ತಾನೆ. ನಮ್ಮನ್ನು ಹೆತ್ತದ್ದು ಅಮ್ಮನಾದರೂ ಒಳಗೊಳಗೆ ಅತ್ತದ್ದು ಅಪ್ಪ. ನಾವು ಹುಟ್ಟಿದಾಗ ಕೂಗಿದ್ದು ಅಮ್ಮನನ್ನಾದರೂ ಬಿಗಿದಿಟ್ಟ ಉಸಿರು ಬಿಟ್ಟದ್ದು ಅಪ್ಪ. ನಮ್ಮ ಹೊಟ್ಟೆ ತುಂಬಿಸಿದ್ದು ಅಮ್ಮನಾದರೂ ಹೊಟ್ಟೆ ಕಟ್ಟಿ ದುಡಿದು ಹಾಕಿದ್ದು ಅಪ್ಪ. ನಾವು ಕೇಳಿದ್ದು ಕೊಟ್ಟಿದ್ದು ಅಮ್ಮನಾದರೂ ಅದರ ಹಿಂದಿರುವ ಕಾಣದ ಕೈಗಳೇ ಅಪ್ಪ ಎಂದು ಹೇಳುತ್ತಾ ನನ್ನ ಮಾತಿಗೆ ವಿರಾಮ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിരിസച്ചങ്ങായിമാരെ, ഓടിപ്പോൾ ബാപ്പാരെ വിശേഷം ഒന്നാറ്, വേറെയുള്ള വിശേഷം ഒന്നാറ്. നിങ്ങൾ ഉമ്മടെ മരുന്നേമാ, ഉമ്മടെ മറക്കൊക ആവുട ഒലിമ്പോ തിങ്ങനെ നിങ്ങളെ ഭയത്തിൽ വെച്ചിട്ട് എത്ര കഷ്ടം വന്നേ ആ ഉമ്മ. ഒരു ജാവ് പോലും അതാ ഉറങ്ങുക സരിയായിട്ടില്ല ആ ഉമ്മക്ക്. ആ ഉമ്മടെ നിങ്ങൾ മറക്കോ സാധ്യമാ? നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഉമ്മടെ മേൽ പിരിസാമോ അബ്ബടെ മേൽ പിരിസാമോ? ಅದು ಪಾಯಿಂಟ್. ಆಯಂಗು ನಿಂಗೆ ಅಬ್ಬರ ಮಾರ್ಕೋಗ ಹಾವಿಲ್ಲ. ಆಯಂಗು ಇಂಡಿ ನಂಡೆ ಬಿಸಿಯಂದ್ರೆ ಸೊಂದೆಂಗೆ ಉಮ್ಮ ಅಬ್ಬ ಉಸ್ತಾಮಾರ್ ಈ 3 നാളുടെ പുറത്തില്ല കണ്ടെങ്കിൽ നിങ്ങൾ എവിടെ പോയിട്ടും എന്താക്കിയിട്ടും കാര്യമില്ല. അർത്ഥിതാ ബിസേന്ദ്ര சொன்னேங்க ஒரு அதா குர்ஆன்ல அல்லாஹ் ரப்ப சுப்ஹானஹு வ தஆலா சொல்றா வலா தகுல் லஹுமா உஃபின். நீங்க உம்மா அப்பாக்கு சே சொல்ற பழக்க போல சொல்லுவதீரா. ಆದರೆ ತಫ್ಸೀರಿல் ಇಮಾಮಿಗೆ சொல்றது ಕಾಂಡು ಚೇ சொல்றது நீங்க சொல்றಲ್ಲ மனசில் பேர்ச்செங்கு போலுங்க இருந்தாவுல்ல நீங்க அதா விஜய்க்கோ சாத்தியம் இல்லைன்ற இட்டுக்கிடு. நான் மேட்டர் சொன்னேங்க ஒரு ராயத்தில் ஒரு உம்மம் ஒரு மோனிக்கிடாரு. ಆ ಉಮ್ಮ ಮೋನ್ ಅಂದ್ರೆ ಚೆಂದಂಗುಂಡಲ್ಲಿ ಈ ಮೋನು ಪೆದ್ದ ಸಾತಿಗೆ ಅವನ ಹಬ್ಬ ಮರ್ಚಿ ಪೋಂಡು. ಸುಬ್ಹಾನಲ್ಲಾ, ಈ ಉಮ್ಮಗೆ ಎಂದ್ರ ಹಾಕ್ರಂಡು ಬೇಡಿ ಅವಡು. ಈ ಮೋಂಡೆ ಬಲ್ತಿಟ್ಟು ಹುಷಾರಾಕಂಡೆ, ಈ ಮೋಂಡೆ ಬಲ್ತಂಡೆ ಬೆಲ್ಲಿ ಹಾಕಂಡೆ
ഓണ്ട് ഭയത്തിൽ അതാ പസിനീ കണ്ട് ഇങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഉമ്മ അതാ ആറാറ് ഔത്തുകു പോയിട്ട് ആറാറ് എട കൽകിട്ട് ഈ ഉമ്മ അതാ ആ കിട്ടിയ മജിരില് ഈ മോണുക്ക് ഫാസ്റ്റ് ഫുഡ് എടുത്ത് വന്ന് കൊടുത്തോണ്ടുണ്ടു. അപ്പൊ ഈ മോണ് കേക്കടാ, ഉമ്മ നിങ്ങ തിണ്ടാറാ ഇങ്ങനെ കേക്കുമ്പോ ആ ഉമ്മ ബായിനൊറിഞ്ഞ് ചൊല്ലിന്തിര കൊന്തുണ്ടാ, മോനെ നണ്ട് വയറ് കെട്ടേത്ത് നാ തിന്നിട്ടേ വന്നേ, നീ തിന്നു മോനെ ചൊല്ലുമ്പോ ആ മോനതാ തിന്നിടാ. ഇങ്ങനെ ടൈം പോയോ ഉണ്ടു അതാ ആ മോണ് വെള്ളിയാവിടാ. വെള്ളിയായിട്ടാകുമ്പോ ഈ ഉമ്മ ചൊല്ലാ, നന്റെ നോക്കുക ആളില്ല നീ മങ്ങിലാവണം, ചെന്നിട്ടാകുമ്പോ അതാ മങ്ങിലായ വിറ്റാന്റെ വണ്ടാല് അതാ പുതിയ വണ്ടാല് പിന്നെ ഓണ്ട് പിരിസതേ ചേഞ്ച് ആയോ ഉണ്ടു. ചെറിയൽ പിന്നെ ഇത്ര കഷ്ടവന്നെ ഉമ്മടെ മറന്നോണ്ടുള്ള ഈ ഉമ്മടെ മറന്നിട്ട് അതാ പെഞ്ഞായിരൊട്ടിಗೆ പിരിസയാറായോ ഉണ്ടു. പിരിസ ചങ്ങായിമാരെ നോക്കുല്ല എന്തിനാ ചൊന്നെങ്കിൽ ചെറിയൽ പിന്നെ അബ്ബ ഇല്ലാത്ത ഈ ഉമ്മ ഇത്ര കഷ്ട വന്നിട്ടുണ്ട് ബൽച്ചോ ഉണ്ടല്ലേ, ഇത്ര ബൽത്തിട്ടും അതാ മങ്ങിലാക്കി കൊടുത്തല്ലേ ചൊല്ലു. ആ മെയിൻ പോയിന്റ് ആയിട്ടിക്കട് അതാ ഈ പിരിസ യാറായിട്ടാകുമ്പോ ഈ പെഞ്ഞായിക്കും മാമിക്ക് പിടിച്ചു കിട്ടില്ല. ഈ പെഞ്ഞായിക്കും മാമി പിടിച്ചു കിട്ടാണ്ടാകുമ്പോ പെഞ്ഞായി ചൊല്ലോ തുടങ്ങിടാലേ, ഇതിലേ ഞങ്ങൾ വർക്കൗട്ടിൽ പോയി നിങ്ങളെ ഉമ്മണക്കാവില്ല അയിമര നിങ്ങൾ വിട്ടു പറഞ്ഞു, ഒന്ന് അയിമരൊട്ടിಗೆ പോണു അല്ല രണ്ടൊട്ടിಗೆ പറഞ്ഞു. ഇങ്ങനെ ചൊന്നിട്ടാകുമ്പോ അവൻ തബ്ദിവായി പോണ്ട. ನಾ ಎಂದ್ರ ಅವನಿಗೆ ಶಾಕ್. ഇത്ര തോന്നണ്ട കഷ്ട വന്നിട്ട് യോർത്തോല് ചൊന്നെങ്കിൽ ആറാറ് ഔത്തുകു പോയിട്ട് ആ കിട്ടിയ മജിരിൽ നണ്ട് ഉമ്മ നണ്ട് ബൽത്തിര് എന്തിനാക്കടെ ഓണുകു പെഞ്ഞായിരൊട്ടിಗೆ പിരിസയാറായിട്ടാകുമ്പോ പെഞ്ഞായി ചൊന്നാലേ ഇണ്ട് ഞാനൊരു പ്ലാൻ ചൊന്നോല്ല. ആ പ്ലാൻ പ്രകാരം നിങ്ങൾ നടക്കേണ്ട കണ്ടെങ്കിൽ രണ്ടൊട്ടിಗೆ വരൂ, അല്ല നിങ്ങളെ ഉമ്മരെ പിടിച്ചോണ്ട് നിങ്ങമേ ഊടിക്കോർ നാ പോണ്ടേ. ഇങ്ങനെ ചെന്നിട്ടാകുമ്പോ അവളതാ പ്ലാൻ ചൊല്ലോ തുടങ്ങിടാല്, നിങ്ങണ്ടല്ലേ ഇണ്ട് ചാവുക പെട്രോൾ എടുത്ത വന്നിട്ടുണ്ടല്ലേ ഈ ഔത്തിരി ചൊത്തു കുമ്പീത്തോണു ഞങ്ങൾ ചെണ്ടാൽ പുറത്തു പോണ്ട, നിങ്ങൾ എന്താ കൊണ്ട് ചൊന്നുകൊണ്ടല്ലേ തീ കത്ത് വാട്ടിട്ട് കീര എറിഞ്ഞിട്ട് വരണു. ഇങ്ങനെ ചൊന്നിട്ടാകുമ്പോ പ്ലാൻ പാസ്സാക്കിയിട്ടാകുമ്പോണ്ടല്ലേ അതാ അണ്ട് ചാവുക ഇട്ടിക്കറ ഓന്റെ മനസ്സിൽ വണ്ട് കിടക്കുമ്പോ അതാ ഇത്ര നാൾ നണ്ട് ഉമ്മ നണ്ട് ബൽത്തീര് സുബ്ഹാനല്ലാ നಾ ഇങ്ങനെ ആക്കറ് സരിയാ തപ്പാ ഓണിಗೆ ಎಂದ್ರ ಹಾಕೊಂಡು ಗೊಂತಾಯ ಇಲ್ಲ. ಅದ ಅಂಡು ಜಾವಾವುಡು ಹಿಂಗೆ ಚಂಡಾಲು ಪರ್ತು ಬಂಡಾರ ಔತುರೆ ಕೆಟ್ಟಾಕಿಕೊಂಡು ಪೊಯ್ಡಿ ನಂಗೆ ಪೊಯ್ಡಿ ಹಿಂಗೆ ನಾಕಿಕೊಂಡು ಪರ್ತು ಬಂಡಾರು ಅದ ಔತುಗು ಬೀಗಿಟ್ಟಿಟ್ಟು ಕೀಗನ ಕೈಲಿ ಬೆರ್ನೋ ಉಂಡು ಕೀರೆ ಎರಿಡಮ പിടിക്കിടമ അവൾ ചുത്തുകും പെട്രോൾ വിത്യാല് കത്തുപാട് തുടങ്ങിയാല് കത്തിയോ ഉണ്ടു ഉമ്മ എഞ്ചി ചൊന്നോ ഉണ്ടു. മോനെ നണ്ട് പിരിസത്തെ മോനെ നീ ഓടില്ല, നന്റെ കരളിന്റെ കഷ്ടമായ മോനെ നീ ഓടില്ല, നന്റെ നണ്ടൊന്ന് സേവാക്കണ്ട് ചൊല്ലുമ്പോ മോണുക ഈ ശബ്ദം കേട്ടോ ഉണ്ടു നണ്ടുമ്മ വിളിച്ചോ ഉണ്ടല്ലേ. അപ്പ ഇട്ടിക്ക് ഓന്റെ കണ്ണിൽ തണ്ണി വണ്ടേ സുബ്ഹാനല്ലാ. കണ്ടിൽ വന്ന് നോക്കുമ്പോ അദൃശ്യങ്ങമേ വേറെ പോണ്ടു. അതാ ആ മാപ്പിളം പെഞ്ഞായി പുറത്ത് നിന്നിട്ട് ഉമ്മടെ ബീഗിട്ടിട്ട് തീ കത്തുവാട്ടിയോ ഉള്ളാറ്, ഉമ്മടെ സാരിക്ക് തീ കത്തിയോ ഉണ്ടു. ചണ്ടാലും പുറത്ത് നിണ്ടപ്പ ഈ ഉമ്മ ചൊന്ന് പലക്കെന്തിരെ ഗൊന്തുണ്ട, മോനെ നിക്ക് ചെറിയിക്കുമ്പോ നാണ് തിന്നാണ്ട് നക്ക് കിട്ടിയ ആ 5 ರೂಪಾಯಿ മജിരി പൈസരെ നിക്ക് നാ ഫാസ്റ്റ് ഫുഡ് എടുത്ത് തന്നോ ഇന്ന് അത് കഴിട്ടായെങ്കിൽ നീ നന്റെ സേവാക്ക്, നീ നന്റെ ബച്ചവാക്യമായി നാ ഏതെങ്കിലും ഒരു ആശ്രമത്ത് പോയി ചേർற നീ നോക്കൊണ്ടില്ല. ഇങ്ങനെ ചൊല്ലും ബൈട്ടിക്കര് പൊട്ടി അവന്റെ കണ്ണിൽ തണ്ണി വണ്ടേ സുബ്ഹാനല്ലാ. ഞങ്ങൾ ചൊല്ലുകുല്ലേ ഇത്തരം കഷ്ട വന്നിട്ട് ബൽത്തേക്ക് ഒരു ബല വെച്ചാണ്. അപ്പ ഇടിക്കിற ഓന്റെ മനസ്സിൽ വണ്ടേ കീ പെഞ്ഞ എറിഞ്ഞിരാല് എന്തിരാക്കടെ ഉമ്മടെ സാരിക അതാ തീ പിടിച്ചോ വന്നോ ഉണ്ടു. എന്തിരാക്കടെ ഗൊന്താവാണ്ടാകുമ്പോ ലാസ്റ്റിക്ക് ബായിൽ ഇതാക്കടാ വടുക്കണോ കൂടാ ബായിൽ വടീരാ കട്ടിയുടെ ബായിൽ എന്തു വടിഞ്ഞോ ഇല്ല. പിന്നെ ഉമ്മ ചൊല്ലു പിരിസത്തെ നന്റെ മോനെ ബായിലൊന്ന് ഓപ്പണാക്ക്, നണ്ടൊന്ന് സേവാക്ക്, നക്ക് തലതിരിഞ്ഞ പോലായോ ഉണ്ടു, നണ്ടൊന്ന് സേവാക്ക്, നാ ഏതെങ്കിലും ഒരു ആശ്രമത്ത് പോയി ചേർറെ ചൊല്ലുമ്പോ ഓന് പുൽപ്പെട്ടിട്ട് ബായിൽ പൊട്ടുവാട്ടി ഉൽക ബണ്ട ആ ടൈമുള്ളൂ ഉമ്മ മറിച്ചിടിക്കട്. പിരിസത്ത് ചങ്ങായിമാരെ ഉമ്മരാരും മറക്കോ പോകണ്ട. ഈ ഹാസ്റ്റലുള്ള എല്ലാ ഓരോ മക്കളുടെ മേലിന ചൊല്ലകുല്ലേ ഇണ്ട് ഫിദാക്കി സ്റ്റേജ് ബത്തുമ്പം ഉമ്മ ഒരു കോളാക്കി ಬಂದೆ ഉമ്മ പ്രോഗ്രാം ഉണ്ട് ദുആർ കോർന ഭിന്ന ಹೋಗು. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമാണല്ലേ? ഞങ്ങളെല്ലാവരും ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് എങ്കിൽ ഞാൻ പറയുന്നതായ ചില കാര്യങ്ങളെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കഥ പറയാം. പക്ഷികളുടെ കൂട്ടത്തിൽ ഏറ്റവും പവർഫുള്ളായ ഒരു പക്ഷിയാണ് പരുന്ത്. ഈ പരുന്തിനെ പോലും
ഇറിറ്റേറ്റ് ചെയ്യുന്ന ഏറ്റവും വേദനിപ്പിക്കുന്നതായ മറ്റൊരു പക്ഷിയുണ്ട്. അതേതാണെന്നറിയോ? അറിയില്ലല്ലേ? കാക്കയാണത്. ഇത് ഈ കഥ ആ കാക്കയുടെയും പരുന്തിൻ്റെയും കഥയാണ്. ഈ കഥയിൽ പരുന്ത് സ്വീകരിക്കുന്നതായ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ആ പരുന്തിൻ്റെ മൈൻഡ് സെറ്റാണ് ഞങ്ങൾക്ക് എങ്കിൽ നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണോ അത് ഞങ്ങൾ നിറവേറ്റാൻ എല്ലാ നിലക്കും ഹെൽപ്ഫുള്ളായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. എന്താണ് ഈ കഥയിലുള്ളത്? പരുന്ത് ഉയരത്തിലാണ് പറക്കൽ. ഈ പറക്കുന്നതായ സന്ദർഭത്തിൽ പരുന്തിൻ്റെ മുതുകിലായിട്ട് പലപ്പോഴുമായി കാക്ക വന്നിരുന്ന് ആ പരുന്തിൻ്റെ മുതുകിലുള്ളതായ ചെള്ളുകളെയും അഴുക്കുകളെയും കൊത്തി തിന്നുകൊണ്ടിരിക്കും. ഈ കൊത്തി തിന്നുകൊണ്ടിരിക്കുന്നതായ സന്ദർഭത്തിൽ പരുന്തിനിക്ക് വല്ലാതെ വേദനിക്കും. ഈ വേദനിക്കുന്നതായ സന്ദർഭത്തിലുണ്ടല്ലോ, പരുന്ത് തിരിച്ചാക്രമിക്കൂല. പരുന്ത് കാക്കയെ തിരിച്ചാക്രമിക്കാതെ ഒരു പ്രോസസ്സിനെയാണ് അവിടെ സ്വീകരിക്കുന്നത്. എന്താണെന്നില്ല ആ പ്രോസസ്സാണ് പരുന്ത് ഉയരത്തിലേക്ക് ഇങ്ങനെ പറക്കാൻ തുടങ്ങും. ഇങ്ങനെ പറക്കാൻ തുടങ്ങിയതായ ഈ പരുന്ത് തൻ്റെ എല്ലാ കഴിവിനെയും പറക്കുന്നതിലേക്ക് മാക്സിമമായി എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ പരുന്ത് പറന്ന് മേഘത്തിന് സമാനമായ അന്തരീക്ഷത്തിലേക്ക് എത്തിയപ്പോൾ ഒരു തിരിച്ചുനോട്ടമുണ്ട്. എവിടെയാണ് കാക്ക? കാക്കയില്ല. കാക്ക ഇങ്ങനെ മേഘത്തിന് സമാനമായ അന്തരീക്ഷത്തിലേക്ക് എത്തിയപ്പോൾ കാക്കക്ക് ശ്വാസം കിട്ടാതെ പേടിച്ച് പറന്ന് ഓടിപ്പോവുകയാണ്. ഇവിടെ പരുന്ത് എന്താണ് സ്വീകരിച്ചത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് അളവടിപ്പിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ പിറകെ നടന്ന് ഞങ്ങളെ തന്നെ പുച്ഛിക്കുന്നതായ, ഞങ്ങളെ ബ്ലേമിങ് ചെയ്യുന്ന, ഞങ്ങളുടെ പുച്ഛിച്ചു നിന്നെ കണ്ടത് സാധിക്കൂല, നിന്നിൽ ആ കഴിവില്ല എന്ന് പറയുന്നതായ ഒരു കൂട്ടമുണ്ടല്ലോ, ഈ കാക്കക്കൂട്ടം. അവർക്ക് മറുപടിയാണ് നീ നിന്റെ ജീവിതത്തിലൂടെ നീ നൽകേണ്ടത്. എന്താണ് ആ മറുപടി എന്നല്ലേ? സക്സസ്. ഈ സക്സസ് ആണ് നീ അവർക്ക് നൽകേണ്ടതായ മറുപടി. ഒരു പക്ഷേ നീ അതല്ല എങ്കിൽ നൽകുന്നത് അല്ല എങ്കിൽ ആനയെപ്പോലെ ആയിരിക്കും. എന്തെന്നല്ലേ ആന ചെയ്തത്? ആന ചെറുപ്പത്തിൽ തന്നെ ചങ്ങലകൾ കൊണ്ട് ബന്ധിതനായി. പലപ്പോഴും അതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിച്ചു, സാധിച്ചില്ല. മാത്രമല്ല അതൊരു വിശ്വാസത്തെ കണ്ടെത്തി, എന്നെ കൊണ്ട് ഇത് സാധിക്കൂല എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ആന ജീവിതത്തിൽ കണ്ടെത്തിയത്. ആന വലുതായി. ആ ചങ്ങല പൊടിക്കാനുള്ള എല്ലാ നിലക്കും ശക്തിശാലിയായ ആന അതിൽ നിന്ന് പുറത്തു വരാൻ യാതൊരു നിലക്കും ശ്രമിച്ചിട്ടില്ല, ട്രൈ ചെയ്തില്ല. മാത്രമല്ല അതിൽ നിന്നുള്ള ഒരു വിശ്വാസമാണ് അങ്ങനെ ചെയ്തത് എങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ചെയ്താൽ ആനയെപ്പോലെ ജീവിതം മുഴുവനും ബന്ധനത്തിലായിരിക്കും. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മൈൻഡ് അത് ഈഗൾ മൈൻഡ് സെറ്റ് ആണെങ്കിൽ, പരുന്തിൻ്റെ മൈൻഡ് സെറ്റ് ആണെങ്കിൽ നമ്മുടെ ജീവിതം അത് സക്സസ്സിലൂടെ നയിക്കാം എന്നുള്ളതായ ഉറച്ച വിശ്വാസത്തിലൂടെ ഞങ്ങൾ നയിക്കേണ്ടതുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഒരുപക്ഷെ ഞങ്ങളിലൂടെ സാധിക്കില്ല എങ്കിലും, ഉദാഹരണക്ക് പറയുകയാണെങ്കിൽ, ഞങ്ങൾ ഒരു ദഅവാരംഗത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നു. ഞങ്ങൾ കുടുംബക്കാരും ഞങ്ങളുടെ സ്നേഹിതന്മാരും അതിൽ പല നിലക്കും ശ്രമിച്ചു തടയാൻ വേണ്ടി. നിനക്കൊണ്ടത് സാധിക്കൂല, നിനക്കത് സൗകര്യമായി കിട്ടുന്നതല്ല, ഈ തുച്ഛ ശമ്പളം നിനക്ക് യാതൊരു നിലക്കും മതിയാകുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ ഡീമോട്ടീവ് ചെയ്യുന്ന, നിനക്കൊന്നും അത് സാധിക്കില്ല എന്ന് പുച്ഛിക്കുന്നതായ ഒരു കൂട്ടരുണ്ടല്ലോ, അവർക്ക് മറുപടിയാണ് നീ നൽകേണ്ടത്. നിന്റെ ലക്ഷ്യം എന്താണോ അതിലൂടെ നീ മുന്നേറണം. അതാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ സക്സസ് നിന്നെ തേടിയെത്തും. ചിരിക്കുക, ചിരിച്ചുകൊണ്ട് മുന്നേറുക. ചിന്തിക്കുക, ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ചിന്തിക്കുന്നവർക്കാണ് ദൃഷ്ടാന്തമുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ನಾನೆಂಡ ಕ್ಲಾಸ್ ಸ್ಟಾರ್ಟ್ ಆಕೋಪೋಂಡ ಎಲ್ಲರೂ ಶ್ರದ್ಧಿಸಿ ಕೇಕೋ. ഒരു നാള് വയസ്സായ ബാപ്പ സിറ്റൗട്ടിൽ തെച്ചോണ്ടിരിക്കുമ്പോ മോനായോണ്ട ബാപ്പ കേക്കറ് അഞ്ഞെന്ദ്ര കാണ്ടോള മോനുണ്ട്. അപ്പ മോൻ ചൊല്ലിട്ടാ കാക്ക ബാപ്പ തെല്ലാര ಬಿಟ್ಟುಟ್ಟು പാട ബാപ്പ കേക്കറ് അഞ്ഞ കാണ്ടെന്തുള്ള മോനുണ്ട്. അപ്പ മോൻ ചൊല്ലിട്ടാ കാക്കിലെ ബാപ്പ ഉണ്ട്. തെല്ലാര ಬಿಟ್ಟುಟ್ಟು പാട ബാപ്പ കേക്കറ് അഞ്ഞ കാണ്ടെന്തുള്ള മോനു. ഒർക്ക ജൻപട്ട ചൊന്നല്ലേ കാക്ക ಅಂಟು കാക്കിലേ ചൊന്ത് ഒറൂടായിട്ട് പലക്കറ. తెల్లార బుట్టుట్టు పాడ బాప కేకరు అన్నెందుల మోనుంటు ఎందు కిరికిరి పావా చొంతు అవును అవుతురుగా పోండా. ఆ టైములు వయస్సాయ బాప ರೂಮುರುಲ್ಗ ತೋರು ಪಲಾಯ ಬುಕ್ಕುಕಮಂತ ಮೋಂಡ ಕೈಕ ಕೊಡ್ಕರು. ಆ ಬುಕ್ಕುರ ಓದ್ಯೋ ಮೋಂಡ ಕಣ್ಣಲ್ ತನ್ನಿ ಬರೋಗು ಸ್ಟಾರ್ಟ್ ಅವಡು. ಆ ಬುಕ್ಕುಲು ಎಂದ್ರುಂಡು ಗೊಂತ ನಂಡ ಮೋನುಗು ಜಂಡಾಮತ್ ವರ್ಷ ನಾನು ನಂಡ ಮೋನು ಸಿಟೌತುಲ್ ದೆಚ್ಚೋಂಟಿಕ್ಕೊಂಬೋ ಮೋನ್ ನಂಟ ಕೇಟ
അതെന്തിര ബാപ്പ ഉണ്ട്. അപ്പ നാ ചൊന്ന കാക്കില മോനുണ്ട്. ഒർപ്പട്ട കേക്കറാ പാടൊർപ്പട്ട കേക്കറാ 25 പട്ട കേക്കറാ ആയങ്ക నాకు ഒർപ്പട്ട പോലും അർസ ಬಂದಿಟ್ಲ ಖುಷಿಯಾಯೊಂಟಿಂತು നോക്കൊരു ചങ്ങായിമാരെ നാലക്കലി ഞങ്ങളെ ബാപ്പ ഉമ്മ വയസ്സാവുകൊണ്ടു അപ്പ നീന് ചേച്ചൊളുടെ പലക്ക പോലും ചൊല്ലൊത്തീരാ. അള്ളാഹു ഖുർആനിൽ ചൊന്നല്ലേ വലാ തഖുൽ ലഹുമാ ഉഫ്. അള്ളാഹു അങ്ങനെ ഖുർആനിൽ ചൊല്ലുക കാരണം എന്തേ? അതിലുൾക്കത്ത് സൈക്കോളജി എന്തിനോട്ട് നോക്കിയോ പോകുമ്പോ നണ്ടോം നിങ്ങളെ ഉമ്മ അബ്ബ ചേച്ചൊൽ പാട്ട് പോലോത്ത സിറ്റുവേഷൻಗೆ എത്രാറ്. ಫಾರ್ ಎಕ್ಸಾಂಪಲ್ ನಂಗೆ ಚೇಚೊಳ್ಳ ಪಲಕ ಎಪ್ಪ ಯೂಸ್ ಹಾಕ್ರ ನೀ ಎಪ್ಪ ಯೂಸ್ ಹಾಕ್ರಲ್ಲ ನಿಂಡ ಪಲಕ ಬ್ಯಾರಂಗ ಕೇಕ ತಪ್ಪ ಕಿರಿಕಿರಿ ಆಯಪ್ಪ ಇರಿಟೇಟ್ ಆಯಪ್ಪ ಚೇಚೊಳ್ಳ ಪಲಕ ಯೂಸ್ ಹಾಕ್ರ ಒಕ್ಕಾಲೆ ಒಕ್ಕು ಆ ಸಿറ്റുവേഷൻಗೆ നണ്ടൊം നിങ്ങളെ ബാപ്പ ഉമ്മ എത്തുമ്പോ ചേച്ചൊಳ್ಳ പലക പോലും ചൊല്ലൊത്തീരാ. ഞങ്ങൾ 6-7 വയസ്സിൽ എന്തെല്ലാം പാഴ്ച കാട്ടിയ പാൻറ്റിലും പായലും മൂത്രി വീത്താത്ത നാലേ ഇല്ല. ആയങ്ക അടിക്കാണ്ട പറയാണ്ട സാപ്പബിക്കാണ്ട ഞങ്ങൾ കൊണ്ടാട്ടത്തിൽ പറ്റി ഞങ്ങൾ ഉമ്മ ബാപ്പ ആറും അർവോ ഒരേ പോലെ ആയിട്ടിക്കറ്. ആ ടൈം ആയിട്ടിക്കറ് മൈൻ ഇമ്പോർട്ടൻറ്റ് എന്ത് ചൊന്നെങ്ക് വയസ്സൈത്തಲೆ ചൊന്തു ഔത്തിന് മൂലയിൽ കട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ ഉറങ്ങപ്പാട്ടുകല്ല അങ്ങ് ಬೇನಾಯ್ದು ಕೊರ್ತುಂಟು അങ്ങോട്ട ಫಲಕರ್ഞ്ഞುಂಟು ಕಲ್ಚುಂಟು ಟೈಮ್ ಸ್ಪೆಂಡ್ ಹಾಕೋಣು. ഉമ്മ അബ്ബറോ കണ്ണു തന്നിട്ട് പാട്ടെങ്ക് ദുനിയാവും ആഖിറ നഷ്ടത്തിലായിട്ടിക്കറ്. കാരണം എന്തേ? ഞങ്ങളൊക്കെ ആൾഡറിയിലല്ലേ ഞങ്ങൾ സ്വർഗമുള്ളത്. നന്റെ ഈ ടോപ്പിക് ബോർ പോലെ കാണ്ട വാട്സപ്പിലും സ്റ്റേറ്റസിലും ഇൻസ്റ്റഗ്രാമിലും റീൽസിലും നൊറഞ്ഞു പോയിട്ട് ആയങ്ക ഇതിര ഞങ്ങൾ എത്ര ഫോളോ ആക്കിയോണ്ടുള്ളായിട്ടിക്കറ് മൈൻഡ് ഇമ്പോർട്ടൻറ്റ്. ഞങ്ങൾ വലിയ ബില്ലായ പോയിട്ടുള്ള പേരൻസ് ഞങ്ങൾ ബിലിക്കരുത് ಅದಕ್ಕೆ ಉತ್ತರ ಕೊಡ್ತೀರ ಚೊಮ್ಮೆ ಡಿಫ್ರೆಂಟ್ ಉಂಟು ಒಕ್ಕಲ್ಲೇ ಒಕ್ಕು ಇಪ್ಪ 12 ವರ್ಷ ತೋಲು ಚಮ್ಮೂರು ಬಿಲಿಕೊಂಬ ಅಪ್ಪ ಫುಲ್ ಜೋಶ್ ಎಂದ್ರಮ್ಮ ಚೊಲ್ಮ ಎಂದ್ರಾಕೊಣಮ್ಮ ಹತ್ತಿರ ಜೋಶಿக்கு ಆಯಂಗ 15-20 ವರ್ಷ ಎತ್ತಂಬೋ ನಾ ಇಪ್ಪ ಹಾಕಿ ಕಾಟ್ರ ಒಕ್ಕಲ್ಲಂటే ನಂಟ ರೆಸ್ಪಾನ್ಸ್ ಹಾಕೋಣ ಇಪ್ಪ ಚಮ್ಮು ಪರ್ತುಲ್ಲ ಇಪ್ಪ ಚಮ್ಮೂರು ಉಮ್ಮ ಬಿಲಿಕರು ದಲ ಚಮ್ಮು ಅಪ್ಪ ಚಮ್ಮು ಅರ್ಜೆಂಟಿಕ್ಕಲ್ಲ ಬೇನೆ ಬಿಲಿಕ್ ಬಾಡ അപ്പൊ രണ്ടാമത്തെ ചമ്മുറുമ്മ ദല ചമ്മു ഇപ്പൊ ചമ്മു പാടൊക്കെ വരട്ട്. മൂന്നാമത്തെ ഉമ്മ അടിച്ചത്തിൽ ദല ചമ്മു അപ്പ ഉമ്മ സീരിയസ് എന്തുകൊണ്ട് നോക്ക അപ്പൊ പോലും നോക്കൂട്ടില്ലേ ഇങ്ങനെ ഉമ്മ ബാക്കിൽ നിന്നിട്ട് ഉമ്മ നാലാമത്തോ ചാച്ചൊല്ലുമ്പോ എന്ത് ബൊബിട്ട് നാ ഫെറത്തിൽ ഇല്ലേ. ജസ്റ്റ് ഓൾ ഓഫ് യു ക്ലോസ് യുവർ ഐസ്. ഞങ്ങളെ ഉമ്മ അബ്ബ 10-20 ವರ್ಷ തോലും ഞങ്ങൾ ഒബൈനായിട്ട് ചൊമ്മ കഷ്ട വന്നുകൊണ്ടുണ്ട്. ഇണ്ട് തോലും ഓരോ വക്തി로 ഫുഡ് കിട്ടാണ്ട് ബാക്കി ആരായും കുള്ളറ ചട്ടയിലാണ്ട ഔത്തുൽ ബാക്കിയങ്ങ ഇല്ലല്ലേ. 10-20 ವರ್ಷത്തോ ചട്ട ആരായും സ്പോൺസർ ആക്കിയതാ K17 ರೆಡ್ ಕ್ಲಬ್ ರಂಗ ಅಲ್ಲല്ലേ. 10-20 ವರ್ಷത്തോ ഫുഡ്ര പൈസ ചട്ടര പൈസ എത്ര കണക്കാക്കോറുള്ള അത് ബുടರು ഞങ്ങൾക്ക് ಬೇನಾയിട്ട് ഉമ്മ പറങ്ങ എത്ര കഷ്ടപ്പെടാറ് അതിന് തീർക്കോ സാധ്യമാ ഒരിക്കലും ഇല്ല. ഞാൻ ലാസ്റ്റ് ഒന്ന് ചൊല്ലട്ടെ അങ്ങനെ ലാസ്റ്റ് തോലും കണ്ണു തന്നിട്ട് പാട്ടಂಟ ചന്തത്തിൽ നോക്കൊരു ഇത്തിര ചന്ത് നന്റെ പದಕతో ನಾ ನಿಪ್ಪಾಟ್ರ ಓಪನ್ ಯುವರ್ ಐಸ್. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು. ಎಲ್ಲ ರಾಹತ್ತಲ್ಲೇ ರಾಹತ್ತನ್ನ ಅಭಿಯರಿಕಡೆ ಬಿಸೇಂದ್ರ ಚಂದಂಗೆ ನಕ್ಕ പോയ ವರ್ಷ ಇದೇ സ്റ്റേജിൽ ಇದೇ ಫಂಕ್ಷನ್ കിട്ടിയപ്പ ನಾ ಬಾಪಡ ಸೇರ್ತಿದ್ದೆ. അങ്ങനെ ഈ ವರ್ಷ നക്ക് ಇದೇ ಫಂಕ್ಷನ್ കിട്ടപ്പ ബാപ്പറാണ്ടി എന്തെങ്കിലും ഒന്ന് നല്ലത് ചെല്ലോന്നു ಅಂತ ನಾ ಬಿಯರ್ಚಪ್ಪ ಎಂದಬ್ಬಾ ಬಾಪറാണ്ടി നല്ല ഇങ്ങനെ ಬಿಯರ್ಚುമ്പോ ನನ್ನ മനസ്സിൽ ಬಂದೆ ಫಲಕ ಐತಿಕರು ನಬಿ ಸല്ലല്ലാഹು അലൈഹി വസല്ലമ തങ്ങളെ ഫലക. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിട്ട ഒരു മനുഷ്യൻ ദൈക്കറാ ദച്ച് കേക്കറാ യാ റസൂലല്ലാഹ് ഈ ലോകത്തിൽ ഞങ്ങൾ ആരതി ആരೈತಿ പിടിച്ചബൈക്കര കേട്ടപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ല് ഉമ്മ. പിന്നാരതി കേട്ടപ്പ പിന്നെയും ഉമ്മ ചെല്ല് പിന്നെയും ഉമ്മ ചെല്ല്. അങ്ങനെ 3 ബട്ട ഉമ്മ 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 ചെന്ത് 4ാമത്തെ ബട്ട ബാപ്പ ചെല്ല്. എന്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഈ 3 ബട്ട ഉമ്മ 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 ചെന്ന്
ಎಂದಿಗೂ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ತಂಗ ಈ ಉಮ್ಮಗೆ ಯಾರ ಮಹತ್ವ ಕೊಡ್ತಿಂದು ಚೆಂದಂಗೆ ನೀವು ಅವ್ರ ಇಮ್ಯಾಜಿನೇಷನ್ ಹಾಕೋರು ಒರ್ತವ್ರೆ ನಿಂಗೆ ನೋಕಿತ್ಲ ಅವನ ನಿಂಗೆ ಕೈ ಕಾಲು ತೊಟ್ಟುತ್ಲ ಅಲ್ಲ ಅವನ ಶಬ್ದತೆ ನೀವು ಕೇಟುತ್ತಲ അങ്ങനല്ലേ ഒരുത്ത നിങ്ങൾ ആരെ പിടിച്ചവയ്ക്കാറാ ചാൻസ് ഇല്ല പിടിച്ചവയ്ക്ക് ആവില്ല അത് നേച്ചറേ അങ്ങനെ കാണാത്ത ഒരുത്തര മേൽ പിടിച്ചവയ്ക്ക് ചെന്നെങ്കിൽ അത് ആവാത്ത ബിസയാ അതേ ഞങ്ങൾ ഉമ്മ ഞങ്ങളെ ഭയത്തിലിക്കുമ്പോ ഞങ്ങൾ നോക്കിട്ടില്ല ഞങ്ങളെ കൈക്കാലിൽ തൊട്ടിട്ടില്ല ഞങ്ങളെ ശബ്ദത്തെ കേട്ടിട്ടില്ല മാത്ര അയിമൊരു ഭരവസ ഉണ്ട് എന്തൊരു ചെന്നെങ്കിൽ നന്റെ തടിയിൽ ഒരു ജീമ ബെല്ഞ്ഞ ഉണ്ട് ചെന്ന ഒരു ഭരവസ ഉണ്ട് ಅದಕ್ಕೆ ಮಾತ್ರ ಐತಿಕ್ಕರು ಅವಳು ഞങ്ങൾ ಇತ್ತರ പിടിച്ചಬೇಕೋ ಕಾರಣ ಐತಿಕ್ಕರು ಉಮ್ಮ ನಾವು ಬೇನಾಯ್ದು ಮಾತ್ರ ತಿರ್ನರೆ ನಗೋಗು ಬೇನಾಯ್ದು ಮಾತ್ರ ಕುಡಿಕರೆ ಹೊರಗೊಂಬೋ ನಗೋಗು ನೊಂಬಲ ಅವ್ರು ಚೆಂತು ಇಂಗಣ ಹೊರಗಡೋಲ್ ಇಂಗಣ ಹೊರಗಡಾಲು ಇಂಗಣ ಹೊರಗಡೋಲ್ ಇಂಗಣ ಹೊರಗಡಾಲ್ ಹಂಗನ ಬೇರೆ ಬೇರೆ ಟೈಪ್ ಐತೆ ಹೊರಗಡಾಲ್ ಎಂದು ಜನ ಟೋಟಲಿ ನಮಗೆಂದು ನೊಂಬಲ ಅವು ತೀರೈತಿಕ್ಕರು ಉಳ್ಳ ಆಸೆ ಅದೇ ನಾ ಚೆನ್ನತಿಲ್ಲೇ ಈ ಲೋಕದಲ್ಲೂ ಉಮ್ಮಡ ಬಲ್ತೆ ನಂಗೆ 100% പിടിച്ചಬೇಕಿರೋ ಆಳು ಬೇರೆ ಆರು ಇಲ್ಲ ಅದೇ ನಾನು ஒரு ಎಕ್ಸಾಂಪಲ್ ಚೆಲ್ಲಟ್ಟ ನಿಂಗೆಂದಾಕ್ಯಾರು ಕಲ್ಚಿ ಬಂದಾರು ಕಲ್ಚಿ ಬಂತು ಅವತುಲು ಚಂಡಿ ಐತು ಸಿಟೌಟ್ ರದುಲ್ ನಿಂಡ್ರಾರು ಅವತುಲು ಉಮ್ಮ ಉಂಡು ಬಾಪ ಉಂಡು ಮೂತೋನುಲ್ಲ ಮೂತೋಲುಲ್ಲ അങ്ങനെ ಫಸ್ಟ್ ಬಾಪ ಬಂಡು ಚೆಲ್ಡು ಎಂದಲ್ಲ ನಿಕ್ಕ ತಲೆ ಸಮಯ ಇಲ್ಲೇ ಮಲೆ ಬಂಡು ಗೊಂತುಂಡ ಇಲ್ಲೇ ಕೊಡೆಡ್ತು ಹೋಗೋ ಅಲ್ಲೇ ಚೆಲ್ಡ ಪಿನ್ನ ಚೂರ್ನಾರು ಬಿಟ್ಟು ಮೂತೋನ್ ಬಂಡ ಮೂತೋನ್ ಬಂದು ಚೆಲ್ಡ ಜರ್ಬಿ ಜೋರುಂಡಲ್ಲೇ ಮಲೆಯಲ್ಲಿ ಕಲಿಕರಿ ಪಿರಾಂದು ಪಿನ್ನ ಮೂತೋಲ್ ಬಂಡಾಲು ಮೂತೋಲ್ ಬಂದು ಚೆಲ್ಡಾಲು ಉಮ್ಮ ಈ ಮಾರಿ ಬಿಡ್ಸೋನು ಅವತ್ತಿಗೆ ಇಡೀ ತಣ್ಣೆ ಇರ್ತ ಬಂದು ಉಮ್ಮ ಚೆಲ್ಡ ಅದೇ ಉಮ್ಮ ಬಂಡಾಲು ಎಂಗಡ ಬಂಡಾಲು ಚೆನ್ನಂಗು ಓಡಿಯೋ ಓಡಿಯೋ ಓಡಿ ಬಂಡಾಲು ತಟ್ಟೆರ್ತ ಬಂಡಾಲು ಮೇಲಿಡಿ ತೋತರಾಲು ಆರೆ ಮೋಂಡೆ ಮೋಂಡೆ ಮೇಲಿಡಿ ತೋಟದ್ದು ಸೈಡ್ಲು വെച്ചിട്ട് പറയ തുടങ്ങறாள் ആർക്ക് നീവാകല്ല മലക്ക് ഈ മാറി പിടിച്ച മല നന്റെ മോൻಗೆ എപ്പം ഇതാക്കടെ നന്റെ മോൻ പടുത്തു പറ ബുഡ്ല എപ്പം നന്റെ മോൻ പടുത്തു ಬಂದಪ್ಪ മല ಬಂದತೋಡು ಎಂದ್ರ ಆಕಡೆ ಚೆಲ್ಡಾಲು ಅದೇ ನಾ ಚೆನ್ನತ್ಲೆ ಈ 100% പിടിച്ചಬೇಕಿರೋ ಆಲ್ ಇನ್ನಂಗೆ ಅದು ಉಮ್ಮ ಮಾತ್ರ ಈ പറഞ്ഞത് ಇದಕ್ಕೆಂದ್ರ ಹಂಗೆ ಅರ್ಥೋಡೆ ಮಲೆಗೆ ಇಲ್ಲ ಅಲ್ಲ ಮಲಡ್ದಂತ ತಪ್ಪುಂಡ ಇಲ್ಲ ಇವರು ಒಟ್ರಾಸಿ പിടിച്ചೈತಿಕ್ಕರು ಉಮ್ಮಡೆ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഒരു സ്റ്റോറി ചെല്ല മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഉമ്മ മരിച്ചിട്ട് ജന്നാല് പിന്നെ ദീനപ്രബോധനಗೆ പോയപ്പ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലിಗೆ ചെറിയൊരു കല്ല് തറക്കപ്പ നൊമ്പലത്തിൽ കാലിറക്കുമ്പോ അള്ളാഹു ചെല്ല് മൂസാ ಜಾಗ್ರತಾക്ക് ഇനി എനിക്ക് ദൂരಕ್ಕೆ ಉಮ್ಮ ಇಲ್ಲಲ್ಲೇ ಇನಿ ಜಾಗ್ರತಾಕ್ ಅಪ್ಪಡಿ ಅರ್ಥವಡು ನಂಗೆ ಊಡ ಬರೋಗು ನಂಗಲೆ ಕಾವಲಕ್ಕೆ ಹೋಗು ನಂಗಲೆ ಪ್ರತಿ ಒಂದು ಸ್ಟೆಪ್ಪಲು ದೂರಕ್ಕೂ ಹಾಲು ಪೆರೋತ ಆರಾರು ಕೇಟಂಗೆ ಅದು ಉಮ್ಮ ಐತಿಕ್ಕರು അതേ മുഞ്ഞാണ്ടായ വൈറലായ ഒരു ബിസേനാടി വെച്ചല്ല ഒരു വൃദ്ധാശ്രമത്തിൽ ഒരു വയസ്സായ ഒരു പെണ്ണ് ഇങ്ങനെ ബുൽപ്പിട്ട് എന്തേ കാരണം കേട്ടപ്പ ഒരു ചെല്ലാല് നക്ക് വയസ്സൈഡ് നാനൂടെ 3 ವರ್ಷ വൃദ്ധാശ്രമത്തിൽ ഓൾഡ് ഏജിൽ ദയിച്ചിട്ട് ಅಪ್ಪ ಎಂದೇ ಕಾರಣ ಕೇಟಪ್ಪ ನಾ ಚೆರಿಕೊ ನನ್ನ ಮೋಂಡೆ ನಾನು ಅಲ್ಲ ಬಲ್ತೀರ ಅವಂಗ ಬೇನಾಯ್ದೆಲ್ಲ ಕೊಡ್ತೀರ ಅವಂಗು ಅವನ್ಡೆ ಖುಷಿಯೇ ನಂಡೆ ಖುಷಿ ಬಲ ಹಾಕಿನ್ನ ಇಪ್ಪ ಮಾತ್ರ ಅಂದ್ರೆ ಚೆಂದಂಗ ಅವಳು ಬೆಲ್ಲಿಯ ಇಡಾಲು ನಾನಿಪ್ಪ ಬಯಸಿರೋಲ್ಲ ಇಡ ಅವನ್ ಬಾಲಕಾರ ಇಡ ನಾ ಇಪ್ಪ ಬಯಸಿರೋಲ್ಲ ಇಡ ನನ್ನ ಟಿಪ್ಪ ಅವ್ನು ஒரு பழக்க கேட்கல எந்திர ಬೇಲು உம்மா ಅಂತ ஒரு பழக்க கேட்கல അങ്ങനെ ಬೇಜಾರ್ಲಿ ಇങ്ങനെ ತೆಚ್ಚಿ ತಿಕ್ಕೊಂಬೋ ஒரு நாள் ಬಂದು ಕೇಕರ ಉಮ್ಮ ನಂಗೆ ತಿರುಪತಿ ಪೈ ನಂಗೆ ಚೆಲ್ಡ ಇತ್ತರ ತೋಲು ಕುಟ್ಟಪೋತ ಮೋನು ವರ್ಕದಿಗೆ ತಿರುಪತಿ ಪೋಂಡೆ ಚೆಲ್ಲಂಬು ಹೆಂಗಂತ ತುಂಬ ಖುಷಿ ಆವಲ್ಲೇ അങ്ങനെ ಉಮ್ಮ ಬೇಗ ರೆಡಿ ಅವಡಾಲು ರೆಡಿ ಆಯ್ತು ಡ್ರೆಸ್ ಅಲ್ಲಿ ಇಟ್ಟಂದ್ರೆ ರೆಡಿ ಆಯ್ತು ಕಾರ್ಲು ದೈಕೊಂಬೋ ಉಂಗಳ ಕಾರ್ಲು ಹಿಂಗ ಕುಟ್ಟಪೈತು ஒரு ಔತರೋட ನಿಪ್ಪಾಟ್ರ ಔತರೈತೆ ನಿಪ್ಪಿಟ್ಟು ಚೆಲ್ದ ಉಮ್ಮ ಈ ಅಗಕಾಂಡ ಇದಲ್ಲ ಇದರ ಪೆರೌತುಲೆಂದ್ರೆ ತಿರುಪತಿ ದೇವಸ್ಥಾನ ಪೋರು ನಾನು ஒரு ಅரை ಗಂಟೆ ಬುತ್ತು ಬಂಡ ಚೆನ್ನೋನು 3 ವರ್ಷ ಆಯ್ತು ಇನ್ನಿயும் ನಂಡೆ ಮುಟ್ಟ ಬಂದತ್ಲೆ ಊಲಿಂಗನ ಚೆಲ್ಲೊಂಬ ಇಲ್ಲೇ ಮನಸ್ಸು പൊട്ടിത്ത് ನಾವು വീഡിയോ നോക്കി ബുൾപ്പിട്ട ആങ്കോൽ ചെല്ലാൽ ഒരു പലക്കെന്തിരി ചെല്ലുത്തേനെങ്കിൽ അവൾക്ക് പാടം ഭരവസ അവൻ അവൻ എപ്പം ಬರುವ ನನ್ನ ಬಿಟ್ಟು ಹೋಗಲ್ಲ ನನ್ನ ಮೋನಲ್ಲಿ ಎಪ್ಪ ಬರುವ ಚೆಲ್ಲೋರು ಮೈಮಗೋರು ಭರವಸೆ ಇಕ್ಕರು ಚೆಲ್ಲ ಅದೇ ನಾ ಚೆನ್ನತಿಲ್ಲೇ ನಿಂಗಳೊರು 100% പിടിച്ചಬೇಕಿರೋರು ಈ ದುನಿಯಾವಳು ರಾಲಿನೇ ಅದು ಉಮ್ಮ ಮಾತ್ರ ಐತಿಕ್ಕರು പിടിച്ചപ്പെട്ട ചെങ്ങായിമാരെ ഇനിയാಗോ നിങ്ങൾ ഉമ്മരെ നല്ല നിലത്തിൽ നോക്കിത്ത് ഞങ്ങൾ ഉമ്മಗೂ ഇനി ഡെയിലി ಕಾಲ್ ಹಾಕಿತ್ತು പിടിച്ചത്തിൽ നോക്കുന്നു ಚಂತ ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾ എല്ലാ ലാംഗ്വേജിലും ആൽഫബെറ്റ്സ് ഉണ്ടല്ലേ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ 3ാമത്തെ ആൽഫബെറ്റ്സ് എന്ത് മാഷാ അല്ലാഹ് ഈ സീലുള്ള പ്രത്യേകത എന്തുകൊണ്ടുണ്ടാ ഞങ്ങൾ ഒരു 10-15 വർഷം എഡ്യൂക്കേഷൻ എടുത്തിട്ട് BA BCom MCom ഡിഗ്രി എഞ്ചിനീയർ ആക്കിയിട്ട്
ഒരു A4 സൈസ് ഷീറ്റിൽ കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലേ, ആ സർട്ടിഫിക്കറ്റിലുള്ള ഒരു സി ഇല്ലേ, അത് ഇന്ന് ഞങ്ങളുടെ ലൈഫ് എന്തും മയ്യാവില്ല. ನನ್ನ ಸ್ಟಡೀಸ್ ಬೋಲ ಚೊಮ್ಮೆ ಸೀಸ್ ಉಂಡು ಹಂಗೆ ನನ್ನ ಸ್ಟಡೀಸ್ 5 ಸೀಸ್ ഞങ്ങളെ കമ്മ്യൂണിറ്റിയുടെ ആൾമാർ ഫേസ് ആക്കിയുള്ള സീസ് നിങ്ങൾ മുന്നോട്ട് ನಾನು ಇಷ್ಟಪಡ್ರೆ. ഒന്നാമത്തതായിട്ട് ಕಾನ್ಫಿಡೆನ್ಸ್. ನಂಗೆ ಕಾನ್ಫಿಡೆನ್ಸ್ ವೇಣು. ನಂಗೆ ಎಂದ ರಾಕ್ರ ಚಲ್ಡೋರು ಥಿಂಕಿಂಗ್ ನಂಗೆ ಬರ್ನು. ನಂಗೆ ಯುನಿಕ್ ಬೆಸ್ಟ್ ಇಂಡಿವಿಜುವಲ್ ಆಯ್ತಿಕ್ಕಿಡ. ನಂಗೆ ಎಂದ ರಾಕ್ರ ಸಾಧನೆ ಚಲ್ಡೋರು ನಂಗೆ ಥಿಂಕಿಂಗ್ ಬಂದಿಲ್ಲ. ನಂಗೆ ഒരു 10-15 ವರ್ಷത്തെ ಎಜುಕೇಷನ್ ഒരു 2 മിനിറ്റിൽ ചെന്ന് തീർക്കാൻ ನಂಗೆ ആവില്ല. ನಂಗೆ ಕಾನ್ಫಿಡೆನ್ಸ್ ಬೇನು. ഞങ്ങളെ ആൾമാർ ക്രിട്ടിസൈസ് ആക്കിടാറ്. ഞങ്ങൾക്ക് നെഗറ്റീവ് തോട്ട്സ് ചെല്ലാർച്ചಂತ ഞങ്ങളെ ಕಾನ್ಫಿಡೆನ್ಸ್ ഞങ്ങൾ ಬಿಟ್ಟು കൊടുക്കുക. രണ്ടാമത്തെ CIT കമ്മ്യൂണിക്കേഷൻ. ഞങ്ങൾ ആൾമാരോട്ട് കമ്മ്യൂണിക്കേറ്റ് ആയിട്ടിക്കോണു, നെറ്റ്വർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണു. ഇപ്പോഴത്തെ കന്നഡത്തിൽ കവണ എഴുതിയെങ്കിൽ ഒരു വിഷയത്തിൽ ഞങ്ങൾ പോയിട്ടായെങ്കിൽ ഒരു ഞങ്ങൾ ആൾമാരോട്ട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ആവണം. ഞങ്ങൾ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ആവണം. ಇಂಗ್ಲೀಷ್ ಈಸ್ ಎ ಇಂಟರ್ನ್ಯಾಷನಲ್ ಲ್ಯಾಂಗ್ವೇಜ್, ಗ್ಲೋಬಲ್ ಲ್ಯಾಂಗ್ವೇಜ್. ನಂಗೆ ಇಂಗ್ಲೀಷಿൽ 80% ಇಂಗ್ಲೀಷ್ ಮೀಡಿಯಂ ಸ್ಕೂಲ್ ನಂಗೆ ಮಾರ್ಕೆಟ್ ತೆಂಗಿ ನಂಗೆ ಎಂದೂ ಕಮ್ಯುನಿಕೇಟ್ ಆಕಾವಿಲ್ಲ. ಕೇವಲ ಪುಸ್ತಕದ ಬದನೆಕಾಯಿ ಐಟಿಕ್ಕಿಡ. ಹೊರತ ಕನ್ನಡದಲ್ಲಿ ಕವನೆ ಎಲ್ದಿಯಂಗಿ ಅವನು ಕವಿಂಟ್ ಚೆಲ್ದಾರ ಅಲ್ಲೇ. ಉರ್ದುಲು ಎಂದ ಪಾಠ ಎಲ್ದಿಯಂಗಿ ನಾವತ್ತೆ ಎಲ್ದಿಯಂಗಿ ಅವನು ಶಾಯಿರಿಂಟ್ ಚೆಲ್ದಾರ. ഇംഗ്ലീഷിൽ എന്തിനായെങ്കിൽ ഒന്ന് ചെന്നാണ്ട് കണ്ടെങ്കിൽ എഴുതാണ്ട് കണ്ടെങ്കിൽ അവൻ്റെ പോയിട്ടും ചെല്ലില്ല. അവൻ ഏതാ ഒരു കമ്പനിയുടെ HOD CEO ഉണ്ടായിട്ടിരിക്കുന്നവണ്ട് ചെല്ലും. അങ്ങനെ ഞങ്ങൾ ആൾമാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആയിട്ടിരിക്കും. മൂന്നാമത്തെ CIT കറേജ്, ധൈര്യത്തിൽ മുന്നോട്ട് വരും. ഞാൻ എൻ്റെ കൂടെ ഈ സ്റ്റേജിൽ നിൽക്കൊണ്ടിട്ടായെങ്കിൽ ഇത് നൻ്റെ ഒരു ധൈര്യ. ഇങ്ങനത്തെ ധൈര്യം ഞങ്ങൾ മുന്നോട്ട് വരണം. ನಾನು ಕೂಡ ಇಂದ ನಿങ്ങളೊಟ್ಟು ಪಲ್ಕರಿಗೂ ಇದು ನಂದು ഒരു ಧೈರ್ಯ. ಧೈರ್ಯത്തിൽ മുന്നോട്ട് ಬಂತು ಅಲ್ಲಾಹ್ವುടെ ಮೇಲೆ ತವಕ್ಕಲ್ ಹಾಕೊಂಡು ഏത് ഹൈറും ഷർറിന്നെങ്കിൽ അള്ളാഹുടെ സൈഡിൽ ധൈര്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് പറഞ്ഞു. നാലാമത്തതായിട്ട് ക്രിയേറ്റിവിറ്റീസ്, ഇന്നോവേഷൻ. ನಾವು പുതിയ ಐಡಿಯಾಸ್ ಇನೋವೇಟ್ ಆಕಿ ವಯ್ಕೊನು. ನಾ ಇಪ್ಪರು ಲಾಯರ್ ಆಯಂಗೆ ಲಾ ಆಫೀಸ್ ಹಾಕಿರೋ ಬದಲು ನಕ್ಕೆಂದವ್ರು ಲಾ ಕಾಲೇಜ್ ಹಾಕೋತೀರಾ. ഇങ്ങനത്തെ ക്രിയേറ്റീവ്സ് ആയ ഐഡിയാസ് ഞങ്ങളുടെ ലൈഫിൽ വരണു. ഒരു IAS ഓഫീസർ നോർത്തിടോ ഒരു ചെറിയ കിടാവ് ഇന്റർവ്യൂവിൽ കേൾക്കിടെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഒരു IAS ഓഫീസർ ഒട്ടു നിങ്ങൾ ഒരു നാളിಗೆ എത്ര ಗಂಟ പഠിക്കടാറുണ്ട്. 2 വട്ടം 3 വട്ടം ഈ ചെറിയ കിടാവ് കേൾക്കിടെ എൽച്ചല് ഞാൻ ಗಂಟ നോക്കലില്ല. 2 വട്ടം 3 വട്ടം കേട്ടപ്പ ചെന്ന ഇങ്ങനെ മേ അപ്പ ഈ IAS ಆಫೀಸರ್ ಚೆಲ್ಲೆ ನಾ ಈ 5 ಕಾರ್ಯ ಹಾಕಿ ಇನ್ನ 1 5 ವಕ್ತ ನಿಸ್ಕಾರ, ಆವಶ್ಯನಪ್ಪ ಫುಡ್ಡು, ಆವಶ್ಯನಪ್ಪ ಟಾಯ್ಲೆಟ್, ಹೊರಕ್ಕೆ ഉമ്മക്ക് തെല്ലക്ക് ഇത് മത്താക്കോ ഇന്ന ഒലിഞ്ഞ ഏതായെങ്കിൽ ടൈം ഇന്നോണ്ട് കണ്ടേ ഇല്ലേ. അത് ഞാൻ എൻ്റെ ഉമ്മക്കും ഞാൻ IAS ഓഫീസ് മേനായിട്ട് പഠിച്ചുകൊണ്ടിരുന്നാൽ ഇങ്ങനത്തെ ക്രിയേറ്റീവ്സ് ആയ ഐഡിയാസ് ഞങ്ങൾ ലൈഫിൽ വരണം. 5ാമത്തതായിട്ട് കമ്പാഷൻ. ഞങ്ങൾ ആൾമാരോട്ട് സഹായിക്കണം. ನಂದು ಅಪರ್ತುം ಇಪರ್ತು ದೈಕ್ರೋನು ಡಲ್ ಸ್ಟೂಡೆಂಟ್ ഉണ്ടായെങ്കിൽ ಅವನಿಗೂ ನಾನು ಪಡಿಪಾಟಿ ಕೊಡ್ತಿರೋದು ನಂದು ಕಂಪ್ಯಾಷನ್, ನಂದು ಹೆಲ್ಪಿಂಗ್. ಫಿನಾನ್ಸ್ ಮಾತ್ರ ഞങ്ങൾ ಹೆಲ್ಪಿಂಗ್ ಅಲ್ಲ. ನಾನು ಇತ್ತರ ಚೆನ್ನಲ್ಲೇ ಈ 5 C's ഫസ്റ്റ് കോൺഫിഡൻസ്, കമ്മ്യൂണിക്കേഷൻ, കറേജ്, പിന്നെ ഉള്ള ഈ കറേജ് ആയാലും പിന്നെ ക്രിയേറ്റിവിറ്റീസ്, കമ്പാഷൻ. ഇത് ഞങ്ങളെ കമ്മ്യൂണിറ്റിയിൽ ഫേസ് ആക്കിയുള്ള C's ആയിട്ടിക്കര്. ಹಂಗ ನಕ್ಕ ಇಪ್ಪ ಉಡ ಕನ್ಕ್ಲೂಷನ್ ಹಾಕಿದ ಸಿ ಅಗತ್ಯ ಆಯ್ತಿಕ್ಕರೆ. ಅದು ಕೊಂಡುಟ್ಟು ನಾನು ಅಂಡ ಪಲಕತ್ತ ಕನ್ಕ್ಲೂಷನ್ ಹಾಕ್ಯವಲ್ಲ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ.